പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അടുത്തേക്ക് നിങ്ങൾക്കറിയാം, ഒരുപാട് ആളുകൾ ഇങ്ങനെ പൈശാചിക പീഡകളും ബന്ധനങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേര് പറയാറുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അടയാളങ്ങൾ കാണിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പൈശാചിക പീഡകൾ വിട്ടുപോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അനുഭവങ്ങൾ സംഭവമാണ്. പലപ്പോഴും എല്ലാവരും ചോദിക്കും, എന്തിന് വാട്ട് ഈസ് ഡെലിവറൻസ് അല്ല ഹീലിംഗ്, ഇതെന്താണ് ഇത് ശരിക്കും? ഒരു പലരും ചോദിക്കാറുണ്ട്, അച്ഛാ ഇതെന്താ ഇതിൻ്റെ അർത്ഥം, ഇതെന്താ എൻ്റെ കാരണം? ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യമേ എനിക്ക് ഈ കൂട്ടായ്മയുള്ള എല്ലാവർക്കും ഉള്ളൊരു വചനം എല്ലാവരോടും പറയാനുള്ളത്, എന്നെ ഉൾപ്പെടുത്തിയ, അല്ലാതെ എന്നെ മാറ്റി നിർത്തില്ല, എന്നെ ഉൾപ്പെടുത്തിയുള്ള നമ്മൾ ഈ കൂട്ടായ്മയുള്ള മുഴുവൻ ആളുകളോട് എനിക്ക് പറയാനൊരു കാര്യമുള്ളത്, നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമുണ്ട്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഒരു ബന്ധനം അഴിയുക എന്നൊരു വലിയൊരു മേഖല നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം എന്താണ് ഈ ബന്ധനം നമ്മൾ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഇത് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരു എന്താണ് ഇത് സംഭവം എന്നു ശരിക്കും അറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഡെലിവറൻസ് എന്നുള്ള സംഭവം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കത് ശരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഡെലിവറൻസ് തുടങ്ങുക അതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത്, ഇതൊരു ആദ്യം തന്നെ അറിയേണ്ടത്. ഇപ്പം എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ പറയുമ്പോൾ വർഷങ്ങൾക്കും ഞാൻ ഈ കൃപയിലേക്ക് വരുന്ന 1995 1995 അപ്പോൾ ആ നാളുകൾ ഈ വചനത്തിലേക്ക് വരുന്നപ്പോൾ ഞാനൊരു ഒരു ഭീരുവായ വ്യക്തിയാണ്. വലിയ ധൈര്യമുള്ള ആളാണ്. ഞാൻ സെമിനാരിൽ പഠിക്കുന്നൊരു കാലഘട്ടം. സാധാരണ രീതിയിൽ ഞാൻ പോകുന്നു. പ്രത്യേകിച്ച് ഈശോയൊക്കെ അറിയാം, ഈശോയുടെ ഒത്തിരി സ്നേഹമുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആളൊക്കെയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ എല്ലാത്തിനും ഞാൻ ഒരു മുന്നോട്ടിറങ്ങുന്ന ഒരാളൊന്നുമല്ല. ഞാനങ്ങനെ സംസാരിക്കുന്ന ആളോ, ആളുകൾ ഒത്തിരി വർത്തമാനം പറയുന്ന ആളോ, സെമിനാറിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് പറഞ്ഞു ഞാനൊരു ആരോടും കൂടി മിണ്ടുന്ന, അങ്ങനെ സംസാരിക്കുന്ന പൊതുവെ അങ്ങനെയുള്ള വളരെ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന സാധാരണ ഒരു മനുഷ്യൻ, അസാധാരണത്വമൊന്നുമില്ല. അങ്ങനെ മാത്രമല്ല, ഈശോയെ അറിയാം, പക്ഷേ എന്ന് വെച്ചാൽ സുവിശേഷം പ്രസംഗിക്കാനോ അങ്ങനെയുള്ളൊരു തീഷ്ണതയോ താല്പര്യമൊക്കെ ഉണ്ട്, ഈശോയുടെ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ സാധാരണ ഒരു പോക്ക്, അല്ലാതെ എന്നെക്കൊല്ലും അപ്പുറത്തേക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ആ 1995 ഞാനൊരു കൂട്ടായ്മയിൽ, അന്ന് ഞാൻ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഡെലിവറൻസ് കിട്ടിയ ഒരു കൂട്ടായ്മയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഈ ഡെലിവറൻസിൻ്റെ പ്രയർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നിലുണ്ടായൊരു മാറ്റം, അതെനിക്കറിയാം. ഒരു അൺഇമാജിനബിൾ ചേഞ്ച് എനിക്ക് സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന ഒരു യു ടേൺ, നമ്മൾ അല്ലെങ്കിൽ എന്താ പറയും, കംപ്ലീറ്റ് അങ്ങ് മാറിപ്പോയി. കംപ്ലീറ്റ് എൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോയി, എൻ്റെ ചിന്താഗതികൾ തന്നെ മാറിപ്പോയി. അതുവരെ ഞാൻ എൻ്റെ കൂട്ടുകാരെയൊക്കെ സ്നേഹിച്ചു. പിന്നെ ഒരു ധൈര്യം, ഭയങ്കര ധൈര്യം. ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭയങ്കര ധൈര്യമാണ്. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തിന് സാക്ഷിയാകാനുള്ള ഭയങ്കര ധൈര്യമാണ്. പിന്നെ ഒരു ദൈവിക ജ്ഞാനം എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു കാര്യങ്ങൾ വ്യക്തത കിട്ടണം. ഏതൊരു കേസിൽ ഇടപെട്ടാലും അതിൻ്റെ വ്യക്തത 4 ഡയമെൻഷനിൽ, അല്ലെങ്കിൽ ബഹുമുഖ ജ്ഞാനം എന്ന് പറയും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രശ്നം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം ഇതിൻ്റെ സംഭവം വളരെ ക്ലാരിറ്റി കിട്ടണം. എല്ലാ കാര്യങ്ങളും ചേഞ്ച് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്ന് എനിക്ക് കിട്ടിയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതിലങ്ങ് തുറക്കപ്പെട്ടു. ഏകദേശം 15 ദിവസം കൊണ്ട് ഞാൻ 2000-ലധികം ദൈവവചനം ഞാൻ കാണാപ്പാഠം പഠിച്ചു. 2000-ലധികം ദൈവവചനം വെറും 15 ദിവസം കൊണ്ട് ഞാൻ കാണാപ്പാഠം പഠിച്ചു. Nobody can imagine it. അത് ഇന്നും എൻ്റെ മനസ്സിലാ ഒറ്റ വചനം പോലും ആയാതെ എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. കൃത്യൻ്റെ സംഖ്യ ഏത് വചനം എവിടെ കിടപ്പുണ്ട്, കൃത്യം ബൈബിൾ കംപ്ലീറ്റ് അങ്ങ് പോകണം. പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൽ ജീവൻ തുടിക്കുന്നതിന് എന്ന് വെച്ചാൽ വെറും ഒരു പുസ്തകം വായിക്കുന്ന പോലല്ല, ഒരുപാട് തിയോളജി പഠിക്കുന്ന പോലല്ല, വെറൊരു ഇൻ്റർപ്രിട്ടേഷൻ അല്ല, ബിയോണ്ട് ദാറ്റ് ഒരു അതിനകത്ത് ജീവൻ, അത് പറയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആ നാളുകൾ ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഈ വചനം നിറഞ്ഞിട്ട്, ഈ പരിശുദ്ധ അമ്മയെ പോലൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് തന്ന ആ കൃപ എനിക്ക് അതിൻ്റെ ഒരു പൊടി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഞാൻ പരിശുദ്ധ അമ്മയുടെ കൃപയാണിത്. ലൂക്കാ 2:19 2:51 പറയുമാകട്ടെ, ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഗാഢമായി ചിന്തിക്കുകയും. എന്താ വെച്ചാൽ ദൈവവചനം ധ്യാനിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട്, ഈശോയുടെ പ്രത്യേക സ്നേഹം. കുർബാനയ്ക്ക് ആ നാളിൽ കുർബാനയ്ക്ക് ഞാൻ എൻ്റെ സെമിനാരി കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ അപ്പോൾ കണ്ണടച്ച് കൈകുപ്പി അങ്ങ് പിടിച്ച് ചിലപ്പം 1 മണിക്കൂർ കുർബാന ആ ആൾക്കാരെ നടക്കുന്ന സംഭവമല്ല, എൻ്റെ ഹൃദയത്തിൽ എനിക്ക് പച്ചയായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റും. പ്രസലോഷ അത് തോന്നലായിട്ടല്ല, ഭയങ്കര ഇഷ്ടം. വെറൊരു ഇമോഷൻ എന്ന് പറഞ്ഞാൽ ആകെ 6 ദിവസം 7 ദിവസം നിൽക്കുകയുള്ളൂ. പ്രസലോഷ പെട്ടെന്ന് ഒരാഴ്ച 2 ആഴ്ച നമ്മൾ വീണ്ടും പഴയ പടിക്ക് പോകുന്നവരാണ് ഇപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർ.
പലപ്പോഴും ധ്യാനം കൂടി ചില ആളുകൾ 2-3 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു പഴയ റിവേഴ്സ് അടിച്ച് പോകുന്നത് കാണാൻ പറ്റാറുണ്ട്. അപ്പം ആ നിമിഷത്തിലൊരു സ്വയം ഒരു, പക്ഷേ അതല്ല, ഇതെൻ്റെ ജീവിതത്തെ മുഴുവൻ ഇത് അഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ടു മീ അവർ എൻറ്റേർഡ് ഇൻ ടു എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വചനം കയറി പോകുന്നൊരു അനുഭവം. എനിക്ക് തന്നെ അതൊരു ഇരുതലവാളെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഞാൻ അനുഭവിച്ചൊരു വ്യക്തിയാണ്. പ്രസലോഷം 2 കർത്ത് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാൻ 6:63 പറയുന്ന ആത്മാവാണ് ജീവൻ നൽകുന്ന ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് എന്ന് പറയുന്നൊരു വചനം. അപ്പം എന്നെ സംബന്ധിച്ചത് വെറൊരു വാക്കല്ലത്, അതൊരു പേഴ്സണാണ്. ഞാൻ എന്നും പറയാറുണ്ട്, എന്നെ സംബന്ധിച്ച് ഈ ബൈബിൾ ഒരു പുസ്തകമല്ല, ഇതൊരു വ്യക്തിയാണ്. ഇതൊരു വ്യക്തിയാണ്. അത് വേറെ തലത്തിലേക്ക് മാറിപ്പോയി. വളരെ പോസിറ്റീവായിട്ട് ആ സമയം നന്നായിട്ട് പഠിക്കും. മാർക്ക് നല്ല സെമിനാറിൽ ഏറ്റവും ടോപ്പ് മാർക്കുണ്ട്. ഒരിടത്തൊരു മാർക്ക് ഇതുകൊണ്ടല്ല, എനിക്ക് എപ്പോഴും ഫസ്റ്റ് 3 റാങ്കുകളുണ്ടെങ്കിൽ അതിൽ ഒരു റാങ്ക് എനിക്കായിരിക്കും. ഒന്ന് ചിലപ്പോൾ ഫസ്റ്റ് കയറി വരും, ചിലപ്പോൾ സെക്കൻഡായി, ചിലപ്പോൾ തേർഡായിരിക്കും. പ്രശ്നം മാർക്കൊന്നും കുറയത്തൊന്നുമില്ല. പ്രശ്നം പക്ഷേ ഈ വചനം എൻ്റെ ആത്മാവിലേക്ക് ജീവനായിട്ടങ്ങ് വീഴാൻ തുടങ്ങി. 2 കർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇത് മുഴുവൻ സംഭവിക്കുന്നത് ആ ഡെലിവറൻസ് എന്നൊരു സംഭവം, വിടുതൽ എന്നൊരു സംഭവം ഉണ്ടായി ശേഷമാണ് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് എനിക്ക് മാറിയത്. ഹല്ലേലൂയ ഹല്ലേലൂയ. മൈൻഡ് തന്നെ മാറിപ്പോ പുതിയൊരു സംഭവമായിട്ട് മാറി. എനിക്ക് വലിയ അഭിമാനം. പിന്നെ എനിക്ക് പേടിയില്ല. ആരുടെ മുമ്പിൽ നിന്നുകൊണ്ട് എത്ര നേരമെങ്കിലും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണം പറഞ്ഞാൽ ഒരു ഭയവും ഇല്ല, ഒരു ആകുലതയില്ല, ഒരു ടെൻഷൻസ് ഇല്ല. പ്രസവോഷം അടുത്തത് ജീവിത സഹനങ്ങളോ പ്രയാസങ്ങളോ അതിനുശേഷം ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്, പീഡകൾ. പക്ഷേ അതിൻ്റെ മുമ്പിലൊന്നും അതൊരു നെഗറ്റീവായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. പ്രസവോഷം ഏത് സഹനം വരുമ്പോഴും അതിനെ കാണാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് കാണാൻ ഭയങ്കരമായിട്ട് പറ്റുന്നുണ്ട്. പ്രസവോഷം പ്ലാൻ ഓഫ് ഗോഡ്, ദൈവഹിതമായിട്ട് തന്നെ കാണാൻ ദൈവം അനുവദിക്കാറുണ്ട്. 2 കർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദം എടുത്തെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉറക്കൊന്ന് കൈയടിച്ച് ദൈവത്തിൻ്റെ മക്കള് പോരാ, ഉച്ചത്തിൽ പോരാ, നാട് കടിച്ച് 2 കരമെടുത്ത് ഒറ്റ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് യേശുവേ സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുക. എനിക്കൊന്ന് ആ നാളുകൾ ഞാൻ ഈ ജെറുസലേം ധ്യാനകേന്ദ്രത്തിൽ വന്നിട്ടുണ്ട്. പ്രിസലോഷ് പ്രിസലോഷ് ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിസലോഷ് അച്ഛനൊന്നും കണ്ടിട്ടില്ല ഞാൻ കേട്ടോ. പ്രിസലോഷ് ഇവിടെ നിന്ന് ഞാൻ കുറേ നേരം ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പ്രിസലോഷ് ദിവ്യാനത്തിന് മുമ്പ് ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോന് പറഞ്ഞ ചില സ്ഥലങ്ങളിൽ പൊക്കോളാൻ പറയും, എല്ലായിടത്തും തന്നെ വിടത്തില്ലായിരുന്നു. പ്രിസലോഷ് കൃപയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ എനിക്കിങ്ങനെ വേർപെടുത്തരും, ഇങ്ങനെ ഡിസേൺമെൻറ്റ് തരുമായിരുന്നു. ഇന്നടുത്ത് പോകാവുള്ളൂ, ഇന്നടുത്ത് വരും, എല്ലായിടത്തും പോകാൻ പാടില്ല നിയമമാണ്. പ്രിസലോഷ് എല്ലായിടത്തും അടുത്ത് പോയി കൈ പ്രാർത്ഥന മേടിച്ചേക്കരുത്, ഒരിക്കലും മേടിച്ചേക്കരുത്. അല്ല ലിമിറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ യേശുവിനെ പറയും ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പം ഇങ്ങനെ കൃത്യമായിട്ടും കിട്ടും. അത് കിട്ടുന്നതെല്ലാം കറക്റ്റായിരിക്കും. തോന്നലൊന്നുമല്ല കേട്ടോ, തോന്നലോ ഹലൂസിനേഷൻ അങ്ങനെയൊന്നും ഇല്ല. എൻ്റെ ഉള്ളിൽ ആത്മാവ് തോന്നിക്കുന്നൊരു പ്രേരണയാണ്, ശക്തമായൊരു പ്രേരണ, അല്ലാതെ വേറെ തലത്തിലല്ല, വേറെ ആത്മാവിൻ്റെ ഒരു പ്രേരണ. ശബ്ദപ്പെടുത്തു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ നാളുകൾ ഞാനിങ്ങനെ എൻ്റെ പാരിഷ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ഇടവേൽ ചില രോഗികളൊക്കെ വന്നിട്ട് എന്നോട് ചുമ്മാ ഇങ്ങനെ ചെമ്മാച്ചനാണല്ലോ ഞാൻ ലോഹം ഇട്ടുള്ളൂ, ചെമ്മാച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് അവരിങ്ങനെ ചില രോഗങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം കൊണ്ട് പോകും. പക്ഷേ മിക്കവാറും ഒരു ദിവസത്തിനുള്ളിൽ എനിക്ക് റിപ്പോർട്ട് കിട്ടും അവർ സൗഖ്യപ്പെട്ടെന്ന്. പ്രിസലോഷ് തലേപ്പോൾ തൊടാറില്ല. ചില അടുത്തിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറയുമ്പം തന്നെ കർത്താവും ഇടപെടുന്ന അനുഭവം എനിക്ക് ഉണ്ടാകാൻ തുടങ്ങി. പ്രിസലോഷ് വെറുതെ ഇങ്ങനെ പോകുന്ന വഴിയിൽ പൈശാചിക ബന്ധനമുള്ളൊരു ഇളകി മുറി അവിടെ പോരും സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടം. പ്രിസലോഷ് അപ്പം എനിക്ക് തന്നെ അറിയത്തില്ല, ഞാൻ ചിലർ പേടിച്ച് എന്ത് സംഭവിക്കും. അപ്പോൾ എന്നോട് എൻ്റെ ആത്മീയ പിതാവ് പറയായിരുന്നു, ഡെലിവറൻസ് എന്ന് വെച്ചാൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മൊത്തം കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ ആത്മീയ മേഖല വന്നപ്പോൾ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് എന്നോട് അണക്കരുത്. ഞാനത് ഇത് മുന്നോട്ട് ഒരിക്കലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ ബ്ലോക്കായി വരില്ല. അത് ദൈവമല്ല ഇങ്ങനെ വഴി നടത്തുന്നത്, മനോഹരമായിട്ട് വഴി നടത്തുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കൈയടിച്ച് കർത്താവ് നന്ദി പറയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഡെലിവറൻസ് കിട്ടുകയും മറ്റൊന്നുള്ളത് ഈശോയോടൊരു പ്രത്യേകമായൊരു സ്നേഹം തോന്നും. ഒരുപക്ഷെ ലോകത്തിൽ ആരും നമ്മളെ ബഹുമാനിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും ആ ദൈവത്തിൻ്റെ സ്നേഹം വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലോട്ട് നിറഞ്ഞിട്ട് ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ വേറെ ഒന്നിനും ഒരു വിലയില്ലാത്തൊരവസ്ഥ വരും.
ഒരു മനുഷ്യ സ്നേഹത്തിന് അത് വേണമെന്നോ ഇത് വേണമെന്നോ ആ സ്ഥാനം വേണമെന്നോ പണം വേണമെന്നോ കാശ് വേണമെന്നോ അത് വേണോ അങ്ങനെ ഒന്നും തോന്നില്ല. നേരെ മറിച്ച് ഈശോയോടൊരു വ്യക്തിപരമായ ഒരു ബന്ധം. പൗലോസ് പറയുന്ന ഫിലിപ്പി ലേഖനം 3:8 പറയും, ഇവ മാത്രമല്ല എൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകൽ ബാക്കിയെല്ലാം ഞാൻ ഉച്ഛിഷ്ടമായി കരുതുന്നു. അവനെപ്പടി എല്ലാം നഷ്ടപ്പെടുന്നു, ഇത് അവനെ നേടുന്നു. 9-ാമത്തെ വചനം പറയും, ഇത് അവനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടേണ്ടതിനും വേണ്ടി അത്ര. 2 ഹല്ലേലൂയ. അപ്പോൾ ഈ ഡെലിവറൻസ് സംഭവിക്കുമ്പോഴോ, അപ്പോൾ ഈ പൈശാചിക പീഡ ബന്ധനമാണ് ചെയ്യുമ്പോൾ നമ്മൾ വലിയൊരു പുതിയൊരു വ്യക്തിത്വം നമ്മളുണ്ടാകുന്ന കാണാൻ പറ്റും. അത് വലിയ സംഭവമാണ്. അതൊരു പിന്നെ ഈശോയോട് പിന്നെ നമുക്ക് വിശ്വസ്ത കാണിക്കാനേ പറ്റും. നമുക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റത്തില്ല. ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം യോഹന്നാൻ 8:40 അവൻ നുണയൻ്റെ പിതാവ് പിശാചിനെ കുറിച്ച് പറയുകയെ. പിശാച് അവൻ ആദ്യം മുതൽ കൊലപാതകം, അവൻ നുണയൻ്റെ പിതാവെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡിൽ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി അതിന് പേടിയൊന്നുമില്ല, സഹനം ഒന്നും, നമുക്ക് വലിയൊരു ആനന്ദം, പിന്നെ ഭയങ്കര ആനന്ദം. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 4:4 പറഞ്ഞ പോലെ നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക. വീണ്ടും ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു ആനന്ദം, ജോയ് ഇൻ ദ സ്പിരിറ്റ്. എപ്പോഴും ആനന്ദം, ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ഭയങ്കര ആനന്ദം നമുക്ക് കിട്ടുന്നത് കാണാൻ പറ്റും. 2 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ നാളുകൾ ഈശോ എനിക്ക് സ്വർഗീയ ദർശനങ്ങൾക്ക് തരാൻ തുടങ്ങും. അത് വെച്ചാൽ നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഒരു ജ്ഞാനവും സംഭവം കിട്ടും. ഈ വചനം നിറയുക ഭയങ്കര രസകരമാണ്. അതേസമയം എൻ്റെ ജോലികളോ എൻ്റെ സമയം എൻ്റെ കൂടെയുള്ള പഠിക്കുന്നവരുടെ കൂടെയുള്ള അവരെല്ലാം ഞാൻ പോകുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവാണ്, വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇരട്ടി നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റും. ദൈവരാജ്യത്തിൽ വലിയൊരു മാറ്റം കാണാൻ പറ്റുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എനിക്ക് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞത് ഡെലിവറൻസ് എന്നുള്ളത് ശരിക്കും നമുക്ക് കിട്ടണം. ഹല്ലേലൂയ. ബന്ധനം അഴിയുക എന്നുള്ളത്, ബന്ധനമുണ്ട് കേട്ടോ, ശരിക്കും ബന്ധനമുണ്ട്. ബന്ധനങ്ങൾ അത് ബൈബിളിൽ പഠിക്കുമ്പോൾ ഒരുപാട് തലങ്ങളിലൂടെ പോകേണ്ടതാണ്. മുഴുവൻ പോകാൻ ഇപ്പോൾ സാധ്യമല്ല. എന്നാൽ ചില വചനങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ലൂക്കാ 4:18 ഈശോ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ള ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇത് പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നത്. 2 ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ. വിശ്വ ആരാധന. ഹല്ലേലൂയ. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് അങ്ങനെ ഒരു ബന്ധനം എന്നൊരു മേഖല. അതായത് പൈശാചിക ശക്തികൾ പൂട്ടിയിടുന്ന ചില മേഖലകളുണ്ട്. ചില കുടുംബങ്ങളെ പൂട്ടിയിടും, ചില ബിസിനസ്സുകളെ പൂട്ടും, തകർക്കും, ചില ആളുകളെ പൂട്ടിയിടും. അപ്പോൾ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇതൊന്നും ഈ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുന്ന പോലെ ഒരു തുടരൊന്നും കാണാൻ പറ്റും. പക്ഷേ ഇവന് പൂട്ടുണ്ട്. ഈ പൂട്ട് അഴിഞ്ഞു കഴിയുമ്പോൾ മാത്രമേ ഇതിവനെന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. ശ്രദ്ധ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നാളുണ്ടായ ഒരു വലിയൊരു അത്ഭുത അടയാളമുണ്ട്. രോഗശാന്തി ഞാൻ പലയിടത്തും അത് പറഞ്ഞു കഴിഞ്ഞു. ഈ നാളുകൾ ഇവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ പലയിടത്തും പ്രസംഗിച്ചൊരു കാര്യം. പക്ഷേ വളരെ വലിയ ഹീലിംഗ് സംഭവമാണ്. ഡെലിവറൻസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സംഭവം, പക്ഷേ അത് കേട്ട് കഴിഞ്ഞാൽ വലിയൊരു സംഭവം. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു വലിയൊരു അനുഭവമായിട്ട് ഞാൻ കാണുക. സർവ്വത്തെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇംഗ്ലണ്ടിൽ നിന്നൊരു ഫാമിലി എൻ്റെ അടുത്ത് അപ്പനും അമ്മയും കൂടെ വരിക. ഇവരുടെ 1 വയസ്സുള്ള കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. ഈ കുഞ്ഞിന് ചെറിയൊരു രോഗം, വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ രോഗമാണ്. ഈ കൊച്ചിന് ഈ ജനിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് പാലിൻ്റെ ഒരു പ്രോഡക്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല. കുട്ടികളാണ്, നമുക്കറിയാം. മിൽക്കിൻ്റെ ഒരു പ്രോഡക്റ്റും കഴിയും. എന്തെങ്കിലും കഴിച്ചാൽ ഭയങ്കരമായിട്ട് റിയാക്ഷൻ വരും. റിയാക്ഷൻ വെച്ചാൽ സാധാരണ വിഷയമൊന്നുമില്ല. ശരീരം നീര് വെക്കും, പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ആൻറ്റിബയോട്ടിക്സൊക്കെ റിയാക്ഷൻ എടുക്കുന്നത് ഭയങ്കര റിയാക്ഷൻ ഉണ്ടാവും. കുഞ്ഞങ്ങോട്ട് ശ്വാസം മുട്ടും, എന്ന് വെച്ചാൽ മരിച്ചു പോകുന്ന അവസ്ഥ പോലെ. അപ്പോഴേ ഇവർ വീട്ടിൽ വെച്ചാണെങ്കിൽ ഉടനെ ആംബുലൻസ് വിളിച്ചിട്ട് കൊച്ചിനെ നേരെ ആശുപത്രി കൊണ്ടുപോകും. ചിലപ്പോൾ കൊണ്ടിട്ട് വെന്റിലേറ്റർ ആശുപത്രി ഇട്ട് അവർ കുറേ നേരം ചികിത്സിച്ചാൽ മാത്രമേ അത് ദിവസങ്ങൾ എടുക്കുന്നു പിന്നെ നേരെയാകണമെങ്കിൽ. അപ്പോൾ ഇവരുടെ പ്രശ്നം വെച്ചാൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഒരിടത്തും പോകാൻ പറ്റത്തില്ല, ഒരു ഭക്ഷണം അതിന് കൊടുക്കാൻ പറ്റില്ല. കാരണം കുട്ടികൾക്കുള്ള എല്ലാ ഫുഡിനകത്തും മിൽക്കിൻ്റെ ഒരു കണ്ടൻറ്റിൻ്റെ എന്തെങ്കിലും സംഭവം കാണും. അപ്പോൾ അതുകൊണ്ട് ഇതിന് കുഞ്ഞിനൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലാണ് ചികിത്സ ചെയ്യുന്നത്. ഇംഗ്ലണ്ടിൽ 1 വർഷത്തോളമായിട്ട് ഡോക്ടർമാർ പറഞ്ഞു ഈ കുഞ്ഞിന് മരണം വരെയും നിങ്ങൾ മിൽക്കുമായി ബന്ധപ്പെടുന്ന ഒരു സാധനം കൊടുത്തേക്കരുത്. പിന്നെ ആ നാളുകളിലൊക്കെ ഈ കുട്ടിക്ക് ഇവരിങ്ങനെ ഇപ്പോൾ ഇവരുടെ കൂടെയുള്ള മൂത്ത കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇവർ എന്തെങ്കിലും കാപ്പിയോ കോഫിയോ അല്ലെങ്കിൽ പാലിൻ്റെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് കുടിച്ച ശേഷം ഈ കുഞ്ഞിനെ ഒന്ന് ചുംബിച്ചാൽ മതി, കിസ് ചെയ്താൽ മതി, ഉടനെ ഇത് റിയാക്ട് ചെയ്യും, ബോഡി മൊത്തം. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ എൻ്റെ ചില സ്നേഹിതർ പറയുന്നുണ്ട് അവരുടെ വീട്ടിൽ വെച്ചതുപോലെ സംഭവിച്ചു. അവരെല്ലാം പേടിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ ഷേപ്പ് മുഖമൊക്കെ അങ്ങ് മാറി ആകെ വികൃതമായി കൊച്ചു മരിക്കാൻ പോകുന്ന പോലെ ആയിത്തീരും. അപ്പം അങ്ങനെ ഭയങ്കര ഭീകരമായ സംഭവം.
അപ്പോൾ ഇവർ ആകെ തകർന്നു. കാരണം ഒരു വർഷമായിട്ട് ഈ കുഞ്ഞിനൊന്നും ഭക്ഷണം കൊടുക്കുന്നത് വലിയ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ഈ കൊച്ചിനും പല പ്രശ്നമായി, എല്ലായിടത്തും ഒരു തരംതിരിവ് എല്ലായിടത്തും കാണിക്കണല്ലോ. കാരണം ഈ കുഞ്ഞിന് കൊടുക്കുന്നത് മറ്റു കുട്ടികൾക്ക് കൊടുക്കും, മറ്റു കുട്ടികൾക്ക് നിന്നെ കൊടുക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളോട് പോവുകയാണ്. ചെറിയ രോഗം തോന്നും. പക്ഷെ ഇവർ ഭയങ്കര സീരിയസ് ആയിട്ട് വർക്ക്. രണ്ടുപേരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും, ഹസ്ബൻഡും വൈഫും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ അവരവസാനം തീരുമാനമെടുത്തു, നേരെ അണക്കരയ്ക്ക് പോരും. എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഇങ്ങനെ ഇവർ എൻ്റെ അടുത്ത് ഈ കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വന്നു. ഞാൻ ഓർക്കുന്ന ഒരു ധ്യാനം നടക്കുന്ന വേളയിൽ വന്നു, അച്ഛാ ഞങ്ങൾ വളരെ സീരിയസ് ആയ പ്രശ്നം തന്നെ, കുഞ്ഞിന് ഈ മിൽക്കിൻ്റെ ഈ രോഗം വന്നിട്ട് ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ കുഞ്ഞിൻ്റെ തലോട്ട് കൈവച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബന്ധനം അഴിയട്ടെ ഈ കുഞ്ഞിൻ്റെ ശരീരം ബന്ധനമായിട്ട്. പ്രസലോഷം ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഹോളി വാട്ടർ തെളിച്ചു ഞങ്ങൾ കൊണ്ടുപോയിക്കോളാൻ പറയും. പ്രസലോഷം ഹല്ലേലൂയ ഹല്ലേലൂയ. സംഭവിച്ചത് അവിടുന്ന് ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഉടനെ തന്നെ കുഞ്ഞിന് പാലോ എന്തോ സംഭവം കൊടുത്തപ്പോൾ ഈ കുട്ടിയുടെ ശരീരത്തിൽ ഈ രോഗത്തിൻ്റെ ഒരു അംശം പോലുമില്ല. നിപ്പിൽ തന്നെ കുഞ്ഞിന് ഇതങ്ങോട്ട് അതായത് ബൈ നാച്ചുറലായിട്ടുള്ള തിരിച്ചിവരെ കുട്ടിയായിട്ട് നിങ്ങളുടെ ചെന്നിട്ട് ഹോസ്പിറ്റൽ ഡോക്ടറെ കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല. അവർ പറഞ്ഞേ സമ്മതിക്കത്തില്ല, ഒരു കാരണം ഡിസ്ചാർജ് കൊടുക്കാൻ പറ്റത്തില്ല, ഈ കുഞ്ഞ് ഒരിക്കലും നിങ്ങൾ കൊടുക്കാൻ. കാരണം ഇത് മുഴുവൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അവരുണ്ട്. ഇതൊരിക്കലും അങ്ങനെ ഹീൽ ചെയ്യപ്പെടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ തരത്തില്ല, ഇപ്പോഴൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. പ്രശ്നം പക്ഷേ ഇവർ കുഞ്ഞിന് പാലും ഭക്ഷണം എല്ലാം കൊടുക്കുന്നുണ്ട്. പ്രശ്നമോ പാലിനകത്ത് കുളിപ്പിച്ചാലും കുഴപ്പമില്ല, ഒരു പ്രശ്നവും പ്രശ്നമോ. പക്ഷെ അവർ പറഞ്ഞ സംഭവം ഈ പ്രയർ കഴിഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ സംഭവം ഡിസപ്പിയർ ചെയ്തു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും യൂറോപ്പിൽ സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ശുശ്രൂഷ ചെയ്യുന്ന കഴിഞ്ഞൊരു 14 വർഷമായിട്ട് അവിടെ ശുശ്രൂഷിക്കാൻ പോകും. ഒരാഴ്ച മുമ്പ് ഞാൻ അവിടെയായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്ക് വലിയൊരു മിറക്കിൾ കാണാൻ ദൈവം അനുവദിച്ചു. കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു. ഒരു വർഷം മുമ്പ് എൻ്റെ അടുത്തൊരു സ്ത്രീ അവിടെ വന്നു. അവിടുത്തെ ബിഷപ്പ് ഇവിടുന്ന് ഒരു പ്രത്യേക ഒരു കേസായിട്ട് അവിടുത്തെ രൂപതയിൽ നിന്ന് പറഞ്ഞിരുന്നു, ഇയാളെ കണ്ടേ പറ്റും. ഇയാളുടെ പ്രശ്നം സ്കിസോഫീനിയായും അതിന് കൂടുതൽ ഈ സെറിബ്രൽ പാൾസി പോലത്തെ ഒരു രോഗം, മാനസിക രോഗവും അതിൻ്റെ എക്സ്ട്രീം ലെവൽ. ഇയാളുടെ അടുത്ത് നമുക്ക് നിൽക്കാം, കണാളും ബഹളം വെക്കും, നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകത്തില്ല, ഇങ്ങോട്ടും ഭയങ്കര വഴക്കിടും. അപ്പോൾ ഇത് സൈക്കാട്രി മെഡിസിൻ 5 വർഷമായിട്ട് ഇത് എടുത്തുകൊണ്ടിരുന്നു. സൈക്കാട്രി ഡോക്ടർ തന്നെ അവർക്ക് തന്നെ മടുത്തു. ഇവരെ മുന്നോട്ട് മരുന്ന് കൊടുത്താലും ശരിയാത്ത ഒരു മരുന്ന് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഒരു പ്രത്യേക സംഭവം. ഇയാൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഇയാളൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു ശക്തമായ പ്രേരണ കിട്ടിയിരുന്നു. ഒരു 3 പ്രാവശ്യം ഈ വ്യക്തിക്ക് ഡെലിവറൻസ് പ്രയർ കൊടുക്കാൻ പറഞ്ഞു. ഡെലിവറൻസ് പ്രയർ 3 പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ തന്നെ 1 പ്രാവശ്യം കൊടുത്തു, 2 പ്രാവശ്യം കൊടുത്തു, അങ്ങനെ 3 പ്രാവശ്യം ചെന്നപ്പോൾ 3 ദിവസം യൂറോപ്പിൽ ചെല്ലുമ്പോൾ 3 പ്രാവശ്യം ഇവരെൻ്റെ അടുത്ത് നിന്ന് ഈ പ്രയർ പഠിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വെച്ചാൽ ആ 3ാമത്തെ പ്രയർ കഴിഞ്ഞോടെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് അറിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സമ്മതിക്കാൻ പോലും പറ്റത്തില്ല. കാരണം വെച്ചാൽ ബുദ്ധിക്ക് അതീതമായ സമയം കാണുന്നത് ആ മകൾ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഈ ബന്ധനം കംപ്ലീറ്റ് അഴിഞ്ഞു പോയിട്ട് ഈ കഴിഞ്ഞ ദിവസം ചെല്ലുമ്പോൾ പെർഫെക്റ്റ്ലി നോർമൽ പേഴ്സണായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആൾ പറഞ്ഞു, ഞാൻ കല്യാണത്തിന് പോവുകയാണ്, കല്യാണം കഴിക്കാൻ പോവുകയാണ്, അതിന് കാര്യങ്ങൾ തീരുമാനം എടുത്തു, 2 മോതിരമൊക്കെ ആയിട്ട് എൻ്റെ അടുത്തോട്ട് അച്ഛൻ വിശ്വസിച്ചിട്ട് ഇവിടെ പറഞ്ഞു, അച്ഛൻ അന്ന് എൻ്റെ 3ാമത്തെ പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞോടെ എൻ്റെ ശരീരത്തിൻ്റെ തലച്ചിന്ന് ഒരിക്കലും ചികിത്സിച്ച് മാറുന്നില്ല. എന്നെ പറഞ്ഞു, ഇത്രയും വർഷം സൈക്കാട്രി മെഡിസിനും സംഭവം എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സംഭവമാണ്, പക്ഷെ എന്താ സംഭവിച്ചത് എന്നോട്, ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു, ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല, സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇത് ചെറുപ്പം മുതലുണ്ടായിരുന്ന രോഗമാണ്, ചെറുപ്പം മുതൽ ഈ കുഞ്ഞിന് തുടങ്ങിയ സ്വരമാണ്. ഇപ്പോൾ അതിനൊരു 10-35 വയസ്സ് മുകളിൽ പ്രായമുണ്ട്. ഇപ്പോൾ ഈ 35 വർഷമായിട്ട് കിടന്ന് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന അങ്ങേറ്റ സഫർ, പൈശാചിക പീഡ കൊണ്ട് ശരിക്കും. പക്ഷേ ആരും പൈശാചിക പീഡനം സമ്മതിക്കത്തില്ല. ആര് പറഞ്ഞാലും ഒരു മാനസിക രോഗത്തിൻ്റെ സ്കിസോഫ്രീനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്നു വല്ലാത്തൊരു സ്വഭാവക്കാരാണ്. അത് നമുക്കൊരിക്കലും അത് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രസലോഷ് ഒരു ക്യാൻസർ രോഗം ഉണ്ടാകുന്നതിനേക്കാളും സീരിയസ് ആയിട്ട് ഞാൻ പറയും, അത്രയും ആളുകളെ ഒരിക്കലും ഒരു വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര പ്രയാസം പിടിച്ച കാര്യമാണ്. പക്ഷേ ഈ മകളുടെ ഈ ബന്ധനം അഴിഞ്ഞു പോകുമെന്ന് ഞാൻ കണ്ടു. 2 കാലത്ത് ഹല്ലേലൂയ
ബാധ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആ മകളോട് കുറേ വചനം കൊടുത്തിട്ട് പറയും, ഈ വചനങ്ങളെല്ലാം കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു ദിവസം ഇത്ര പ്രാവശ്യം ചെല്ലണം, ഇങ്ങനെ ചൊല്ലിക്കണം, ഈ വചനങ്ങളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെ കുറേ വേർഡ് ഓഫ് കൂടെ ഞാൻ കൊടുത്തു. ഒരു 10-40 വചനത്തോടും കൊടുത്തു. അപ്പോൾ ഈ മകളത് കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞ അതേപടി ഒബീഡിയൻ്റ്, ഭയങ്കര ഒബീഡിയൻ്റ് ആയിരുന്നു. ഞാൻ പറയുന്ന പോലെ നീങ്ങണമെന്ന് പറഞ്ഞു, എങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, കാരണം ആളോട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കേസാണ്. പക്ഷേ ഇത് ശരിക്കും ഞാനൊന്ന് ഒരു പൈശാചിക പീഡനമായിരുന്നേ. അതാ മകളെ വിട്ടുപോയി ഞാൻ കണ്ടു. എൻ്റെ കടുത്ത് ഹല്ലേലൂയ ഒറ്റ വിളി യേശുവേന്ന് വിളിച്ച് 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 തുളിച്ച് 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 ഉച്ചത്തിൽ യേശുവേന്ന് വിളിച്ച് 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 2 കഴുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ നടക്കുന്നുണ്ട്, വലിയൊരു സംഭവമാണ്. US വെച്ചാണ് അത്. ഇത് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ സാക്ഷ്യം വന്നപ്പോൾ ഞാൻ വലിയ അത്ഭുതപ്പെടുന്നു. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ സംഭവം. US വാഷിങ്ടൺ DC എന്ന് പറയുന്ന സ്ഥലത്തൊരു ധ്യാനം നടത്തിയിട്ട് ഞാനിങ്ങനെ പൊതുജനത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായപ്പോൾ ഒരു സഹോദരി, വേറൊരു അവിടെയുള്ള ആളല്ല, വേറൊരു സ്റ്റേറ്റിലുള്ള ആളാണ്. അപ്പോൾ ആൾ ശരിക്കും സാത്താനെ ആരാധിക്കുന്നൊരു മകളാണ്. സാത്താൻ്റെ ആരാധനയ്ക്കപ്പെട്ട അവൻ്റേതായ എല്ലാ തിന്മകളും മകളുണ്ട്, എല്ലാ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പൈശാചിക പീഡയാണ്. അപ്പോൾ ഈ മകളിങ്ങനെ ആൾക്കാരോട്ട് ഇങ്ങനെ ഞാൻ ഇറങ്ങി വരുമ്പോൾ നേരെ കയറി വരും, തലയൊക്കെ വെച്ച് താഴോട്ടങ്ങ് വിട്ട് കൈയും കാലോട്ടും കണ്ടിക്കാൻ തുടങ്ങി. ഇതിൽ ശരീരത്തിൽ നിന്ന് ഒരു പൈസ ശക്തി അങ്ങ് വിട്ടുപോകും, അലറിക്കൊണ്ട് അങ്ങ് പോകും. ആ കൂട്ടായ്മ അന്ന് ഒരു പ്രത്യേക രീതിയിൽ അങ്ങ് പെരുമാറി. അതിനുശേഷം ഈശോ എനിക്ക് തന്ന കൃപ, ഈ വചനം ഉണ്ടോണ്ട് വചനം ഉണ്ടെങ്കിലും ബന്ധിക്കാൻ പറ്റുള്ളൂ. ശരിക്കും ബന്ധിക്കണം, വചനം വേണം. പ്രസലോഷ്. അപ്പം ബന്ധിച്ച് ബഹിഷ്കരണ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടായ സംഭവം വെച്ചാൽ ഈ മകളിൽ നിന്ന് സ്വഭാവം മുഴുവൻ മാറിയെന്നല്ല, ആ മകൾ വിശുദ്ധീകരിക്കപ്പെട്ടു. സ്ഥലത്ത് പറഞ്ഞു ഹല്ലേലൂയ. ഈ പൈശാചികത്തിൽ വിട്ടിപ്പോൾ ആൾ വളരെ ശാന്തതയിലായി, നിഷ്കളങ്കയായി, അവൾ ഹോളിയായി, അവൾ പ്രയർഫുള്ളായി. ദേവാലയ കേന്ദ്രം സ്വഭാവം മുഴുവൻ അവർ പറയുന്നുണ്ട് കംപ്ലീറ്റ് ആൾ മാറിപ്പോയിട്ട് ഇപ്പോൾ ആളൊരു മൊണാസ്ട്രി പോയിട്ട് ഒരു ഏകാന്ത ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് താമസിച്ച ഒരു ക്ലോയിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു മിണ്ടാമടത്തിൽ പോയി ചേർന്ന് പ്രസലോഷ് സന്യാസത്തിലേക്ക് ആൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ ജീവിതം തന്നെ കംപ്ലീറ്റ് മാറിപ്പോയെന്ന് പറയും. അങ്ങനെ പൈശാചിക ബന്ധനം മാറിപ്പോയപ്പോഴത്തേക്കും ഈ വ്യക്തി ഒരു പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇത് ഒരു ഡെലിവറൻസ് എന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ ഭാഗ്യമാണ്. അത് കിട്ടിയിട്ടുള്ള ആൾക്കറിയാം, അത് കിട്ടിക്കഴിഞ്ഞാൽ അതവർക്ക് ജീവിതം തന്നെ മാറും. നമുക്ക് ബൈബിളിൽ മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയും. ലൂക്കാ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ഈ മഗ്ദലന മറിയത്തിൻ്റെ ശരീരത്തിൽ ഈശോ 7 പിശാചുക്കൾ ബഹിഷ്കരിക്കുന്നുണ്ട് പറയുന്നത്. 7 പിശാചുക്കൾ അവളെ വിട്ടുപോകുന്നുണ്ട്. 7 പിശാചുക്കൾ വിട്ടുപോകുന്നു. ഇവള് പിന്നെ നല്ല ധൈര്യശാലിയായിട്ട് മാറി. അതുകൊണ്ട് പിന്നീട് നമുക്ക് കാണുമ്പോൾ ഈശോ ഈശോ മരിച്ചു കഴിയുമ്പോൾ ഈശോയുടെ കല്ലറയിൽ രാത്രിയിൽ അതിരാവിലെ 3 മണിക്ക് ഇവളോട് ചെല്ലുന്ന കാണാൻ പറ്റും. അവിടെ കാരണം അത്ര അതിരാവിലെ ചെല്ലും. അവൾക്കത് ഭയം എന്നുള്ളത് അവളുടെ വിട്ടുപോവുക. മാത്രമല്ല അവൾ ഈശോയുടെ നല്ലൊരു ശിക്ഷയായിട്ട് മാറുക. അവൾ വിശുദ്ധി പിന്നീട് പറഞ്ഞു മഗ്ദലന മറിയം വലിയൊരു പുണ്യവതിയായിട്ട് തന്നെ മാറി. കാരണം അവളിലുള്ള ഈ തിന്മയുടെ ശക്തി അവളെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവൾ പുതിയൊരു വ്യക്തിയായിട്ട് ഉണർന്നിരുന്നേൽക്കുന്ന കാണാൻ പറ്റും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. ഉച്ചത്ത് കൈയടിച്ച് പോരാ, കരങ്ങൾ ഉയർത്തി അടിച്ച് ഉച്ചത്ത് കൈയടിച്ച് ഒരു ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുള്ളൊരു സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒത്തിരി ഒരു കാര്യം അത് പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുള്ള, പക്ഷേ ഇതേ സിമിലർ ആയിട്ടുള്ള ആയിരക്കണക്കിന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരിക്കലും അമ്മ എൻ്റെ അടുത്തൊരു കുട്ടിയായിട്ട് എൻ്റെ അടുത്തുണ്ട്. ഈ കൊച്ച് വന്ന് ഈ അമ്മയാണ് ഈ കുട്ടിയെ കൊണ്ട് എടുത്ത് വരുന്നത്. ഈ കുഞ്ഞിനൊരു 10ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചാണ്. 10ൻ്റെ എക്സാം ആയിട്ട് അതിന് മുമ്പാണ്. വന്നപാടി അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛൻ കഴിഞ്ഞൊരു 6 മാസമായിട്ട് എൻ്റെ ഈ മോന് ഭയങ്കര സ്വഭാവ വൈകൃതങ്ങളാണ്. ഇവന് അനുസരണമില്ല, അപ്പനോട് വഴക്കുണ്ടാക്കുന്നു, അമ്മയോട് വഴക്കുണ്ടാക്കുന്നു, വീട്ടിൽ പ്രശ്നമാണ്, ഇവൻ ടെലിവിഷൻ അടിമയാണ്, ഇവൻ മൊബൈൽ ഫോൺ അടിമയാണ്, ഇവന് അൾത്താരബാലാണ്. ഇപ്പം എൻ്റെ അൾത്താരബാല ആ പരിപാടിയോട് താല്പര്യം കുറഞ്ഞു, പള്ളിപ്പൊക്കെ കുറഞ്ഞു. ഇവൻ എന്താ സംഭവിച്ചറിഞ്ഞോ, പഠിത്തത്തിൽ മാർക്ക് കുറഞ്ഞു, ഇവൻ ആ സ്വഭാവം മാറി, ആ അനുസരണമില്ല, ഭയങ്കര ധിക്കാരമാണ്. അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നോട് ഈശോ ഉള്ളിൽ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ആദ്യം ചെയ്യേണ്ടത് ഈ അമ്മയെ മാറ്റി നിർത്താൻ പറയും, ഇവനോട് തന്നെ സംസാരിക്കും. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മയോടങ്ങ് മാറിപ്പോകാൻ പറയും. അമ്മ എൻ്റെ മാറ്റിയും കൂട്ടും ദൂരത്തോട്ടും എനിക്ക് ഇവനോട് തന്നെ സംസാരിക്കും. അപ്പം ഞാൻ ഒട്ടനെ പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങൾക്ക് ഒരു പ്രേരണനുസരിച്ച് ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കണം. മോനെ, 6 മാസം മുമ്പ് ക്ലാസ് മുറിയിൽ വെച്ച് നീ നിൻ്റെ കൂട്ടുകാരോട് കൂടിയിട്ട് ഈ സെക്ഷലായിട്ടുള്ള എന്തോ ഒരു തെറ്റ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ട്, ഗൗരവമേറിയ തെറ്റ്. അന്ന് മുതലാണ് നിനക്ക് ഈ സംഭവം. ഇത് പറയും ഒറ്റക്കാലത്ത് അതുവരെ ഇങ്ങനെ ഈഗോ പോലെ ഇങ്ങനെ ഒരു ഭയങ്കര ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് അവനെ കൊച്ചു. പക്ഷെ ഇത് പറയും ഒറ്റ കരച്ചിൽ പറഞ്ഞിട്ട് പറയും. അവന് കറക്റ്റായിട്ട് ഒരു മനസ്സിലാവില്ല. ശരിയാച്ച
അച്ഛൻ പറഞ്ഞ പോലെ സംഭവം എനിക്ക് 6 മാസം മുമ്പ് ഞാനൊരു ക്ലാസ് മുറി വെച്ച് ഇങ്ങനൊരു സംഭവം എനിക്കുണ്ടായി. ആ സംഭവത്തെ തുടർന്നാണ് ഞാൻ എൻ്റെ സ്വഭാവം ഇങ്ങനെ മാറുന്നത്. ഞാൻ നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റുമോ? അച്ഛൻ ഞങ്ങൾക്ക് കുമ്പസാരിക്കാന്ന് പറയും. അവൻ എൻ്റെ അടുത്ത് മുട്ടുകുത്തി ചെയ്ത പാപങ്ങളെല്ലാം, പ്രത്യേകിച്ച് 6-ാം പ്രമാണ മേഖല, എല്ലാ പാപങ്ങളും അവൻ എന്നോട് ഏറ്റു പറഞ്ഞു. പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു കൺഫെഷൻ, പാവമോചനം കൊടുത്തു. പാവമെല്ലാം കൊടുത്ത ശേഷം ഞാൻ ഇവന് തലയോട്ട് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, കുത്തങ്ങി തൂക്കി ഇവനങ്ങ് ഇളകി നിലത്തോട്ടങ്ങ് വീണിട്ട് അതൊരു ഇവനല്ല പൈശാശക്തി ശരിക്കും ഇവനിങ്ങോട്ടൊരു മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഇവൻ്റെ ശരീരത്തിൽ. എന്നിട്ട് ഇവന് എൻ്റെ മുറിക്കകത്തോട് തന്നെ, നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഒരു പാമ്പഴയുന്ന പോലെ ഇടഞ്ഞിട്ട് പോയിട്ട് ഭിത്തിക്കിട്ട് എൻ്റെ മുറിയുടെ ഭിത്തിക്കിട്ട് പോയിട്ട് തലയും ഇടിച്ച് ഇവനിങ്ങനെ മരിച്ച് കിടക്കുന്ന പോലെ അവിടെ കിടന്നേ. എന്നിട്ട് ഞാൻ ഹോളി വാട്ടർ കൊണ്ടുപോയി തളിച്ചപ്പോഴാണ് ഇവന് സുബോധം വന്നു. ഇവനെ എഴുന്നേൽക്കുമ്പോൾ ഇവൻ്റെ ശരീരത്തിലും മനസ്സിലുള്ള മുഴുവൻ സംഭവം ഇവനെ അങ്ങ് വിട്ടുപോയി. ഒരു പൈശാചിക ശക്തിയോട് ഒരു കൂടാരമായിരുന്നു ഇവന് ഈ തിന്മയുടെ. അപ്പോൾ ഇത് പോയി കഴിയുമ്പോഴത്തേക്ക് ഇവനിങ്ങനെ എഴുന്നേറ്റിട്ട് കരയാൻ തുടങ്ങി. അവിടെ എൻ്റെ അടുത്തോട് അച്ഛാന്ന് ഇങ്ങനെ എൻ്റെ കയ്യെ പിടിച്ചവനിങ്ങനെ സ്നേഹപൂർവ്വം ഇങ്ങനെ കൈ ചുംബിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, മോനെ നീ നിന്നെ അമ്മയെ വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. പുറത്തോട്ട് പോയിട്ട് ഇവനെ അമ്മയെ വിളിച്ചു, അമ്മയെ ദൂരെ നിന്ന് വിളിച്ചു, അമ്മ വരാൻ പറഞ്ഞു. എൻ്റെ മുന്നിൽ വെച്ചാൽ നോക്കുമ്പോൾ ഇവന് അമ്മയെ കെട്ടിപ്പിടിച്ചു, ഇവന് അമ്മയുടെ മുഖത്തേക്ക് കുറേ കിസ് ചെയ്തു, അമ്മ സോറി എന്നൊക്കെ പറഞ്ഞ്. അമ്മ പെട്ടെന്ന് ഇവൻ്റെ മുഖത്ത് കൂട്ടി എന്നോട് പറഞ്ഞു, അച്ഛാ ഇപ്പം ഇതെൻ്റെ പഴയ കുട്ടിയാണ്, എന്താ വെച്ചാൽ ഇവന് സംഭവിച്ചു? ഞാൻ നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ച് ഇവനെയും പ്രാർത്ഥിച്ച് വിടുമ്പോൾ എനിക്ക് ഇതൊരു പൈശാചിക. പക്ഷേ ഇത് ആരോട് പറഞ്ഞ വല്ലവരും മനസ്സിലാക്കും ഇങ്ങനൊരു സ്പിരിറ്റിൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന്? ആരാ വിശ്വസിക്കുന്നത്? ഇതെല്ലാം ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ കാലഘട്ടം. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ കാലഘട്ടം ഇത്. ശബ്ദപ്പെടുത്തി ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ മക്കളെ. പോരാ, നന്നായിട്ട് കൈയടിച്ച് ഒറ്റ വിളി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇതിനു ശേഷം കുറേ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം കുറേ നാളുകൾക്ക് ശേഷം അവരുടെ പാരിഷിൽ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ഞാനിങ്ങനെ പോകേണ്ടി വന്നു. പോയപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും കൂടെ ഓടി എൻ്റെ അടുത്ത് വന്നു. അടുത്ത മനസ്സിൽ എന്നോട് സംസാരിച്ചു, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ ഞങ്ങളുടെ മോന് ഭയങ്കര മാറ്റമായി, അവനാകെ ചേഞ്ചായിപ്പോയി. അവനിപ്പം ഞങ്ങൾ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, അവൻ പള്ളി വിശുദ്ധ ജീവിതം, അവനവൻ്റെ ഹോളി അച്ഛ നല്ല ക്ലീനായി അവൻ ചെയ്യും. അപ്പം എന്താ വെച്ചാൽ സംഭവിച്ചു? അന്നും എന്നോട് ചോദിച്ചു. ഞാൻ പറയാം, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ശരിക്കും ഇത് പൈശാചിക ശക്തി എന്ന മേഖല ഭയങ്കര മേഖലയാണ്. പലരും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ തിന്മയുടെ ശക്തികൾ അത് ശരിക്കും ബന്ധിക്കുന്നുണ്ട്. അതാരും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ വസ്തുക്കളെ കാണുന്ന പോലെയോ, ഒരു സംഭവം കാണുന്ന പോലെ, ഒരു പൂ ഇരിക്കുന്ന പോലെ, വസ്തു ഇരിക്കുന്ന പോലെ, തൂണിരിക്കുന്ന പോലെ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനത്തെ നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതൊരു വ്യക്തിയിൽ ഹൈഡ് ചെയ്താണ് നിൽക്കുന്നത്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കൂട്ടായ്മയിൽ വരങ്ങളുള്ള കൃപ കിട്ടിയവർ അവിടെ തന്നെ കൈവെക്കുമ്പോൾ ഈ സ്പിരിറ്റ് കൃപ കിട്ടിയതായിരിക്കണം, ഒറിജിനൽ കൃപ കിട്ടിയതാണെങ്കിൽ മാത്രം ഈ തിന്മയുടെ ശക്തി വെളിപ്പെടുകയും ആ വ്യക്തിയിൽ നിന്ന് ആ തിന്മയുടെ ശക്തി വിട്ടുപോവുകയും ചെയ്യും. അല്ല, ഒരിക്കലും പോവുകയല്ലത്, വേറെ ആരടുത്തുനിന്ന് പോകില്ല. ചിലപ്പോൾ ഒരു പ്രാർത്ഥന ചിലപ്പോലും കുറച്ച് പ്രാർത്ഥന കുഴപ്പമില്ല, പക്ഷെ പോകില്ല. പോകണമെന്നുണ്ടെങ്കിൽ കൃപ കാണണം. ഈശോയെ കാണുമ്പോഴത്തേക്കും ഈ തിന്മയുടെ ശക്തി ഇളകുന്നു. വേറെ ആരെ കാണുമ്പോൾ ഇളകുന്നില്ല. വിഷയെ കാണുമ്പോഴത്തേക്ക് തിന്മയുടെ അതാണ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാദം. ലഗിയോൻ ബാധിച്ചവൻ്റെ ആ ചരിത്രം പറയുമ്പോൾ ഈശോയെ കാണുന്ന മാത്രയിൽ അത് അലറുന്നുണ്ട്. മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? നീ ഞങ്ങളെ നശിപ്പിക്കാനാണോ? അവൻ ഇളകി തുടങ്ങി, അവനറിയാതെ പോകാൻ തുടങ്ങും. പോയേ പറ്റൂ. ഈശോയെ കാണുമ്പോൾ മാത്രം, ഈശോ പറഞ്ഞാൽ മാത്രമേ, ദൈവവചനം പറഞ്ഞാൽ മാത്രമേ പോകുള്ളൂ. ഈശോ ദൈവത്തിൻ്റെ വചനം, ദൈവവചനം പറഞ്ഞാൽ മാത്രമേ പോകുള്ളൂ. ദൈവവചനത്തിന് മുമ്പേ മാത്രമേ, വേറെ എന്ത് വായിച്ചാൽ കിട്ടില്ല, അത് പോകില്ല. അത് ദൈവവചനം ചെന്നാൽ മാത്രമേ ആ സ്പിരിറ്റ് അവനെ വിട്ടുപോകുള്ളൂ, അല്ലെ അത് പോകത്തില്ല. പോയി കഴിഞ്ഞാലുണ്ടല്ലോ ആ വ്യക്തി ഒരു പുതിയ വ്യക്തി. നിങ്ങളുടെയൊക്കെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി ഒക്കെ ഈ മേഖലയിൽ വിടുതൽ കിട്ടേണ്ടവരോ. ഹല്ലേലൂയ. ഇന്നാൾ വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുക. അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹം എനിക്ക് ഒരു സാക്ഷ്യമായിട്ട് പറയും. നമ്മുടെ സാക്ഷ്യങ്ങൾ ഈ ടൈപ്പ് സാക്ഷ്യം ഒരുപാട് വരും. അതായത് ഒരാൾ പറയും, ആള് മദ്യപാനത്തിന് അടിമയായിരുന്നു. 40 വർഷം, 41, 42 വർഷത്തോളം പുള്ളി മദ്യപാനത്തിന് അടിമയായിരുന്നു. മാത്രമല്ല, മദ്യപാനത്തിന് അടിമയായത് ഈ മനുഷ്യൻ കഴിഞ്ഞ് 1 വർഷം മുമ്പ് നമ്മുടെ അണക്കര ഒന്ന് ധ്യാനം വന്നു വരും. ഇദ്ദേഹം പറയുന്നുണ്ട്, ഈ 1 വർഷം മുമ്പ് അവിടെ വന്ന് ധ്യാനം കൂടുന്നതിന് മുമ്പ് ഇദ്ദേഹം ധ്യാനത്തിന് വന്നപ്പോൾ ഭയങ്കര വയലൻ്റ് ആയിരുന്നു, താല്പര്യത്തില്ലായിരുന്നു. ആരുടെയൊക്കെ നിർബന്ധം കൊണ്ട് വന്നിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ധ്യാനിക്കുന്ന ഇഷ്ടമൊന്നുമില്ല, താല്പര്യം ഇതൊന്നും വെട്ടിപ്പോ ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവിടെ കിടക്കും.
അപ്പോൾ ഇത് പിന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഇദ്ദേഹം 40 വർഷമായിട്ട് മദ്യപാനത്തെ അടിമയാണ്. അതുമാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ മക്കളോട് മോശമായിട്ട്, പെൺമക്കളോട് വളരെ മോശമായിട്ട് പുള്ളി പെരുമാറുന്നൊരു ഭയങ്കരമായൊരു പൈശാചിക സ്വഭാവം കൂടി മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ഈ മനുഷ്യനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഭാര്യ വീട്ടുകാർക്കോ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കോ പള്ളി അച്ഛന്മാർക്കോ ആർക്കും പിടികൊടുക്കില്ല. ആർക്കും ഈ മനുഷ്യൻ പിടികൊടുക്കും. കാരണം ബന്ധനത്തിൽ ഭയങ്കര ബന്ധനം, ഒരു രക്ഷയില്ല. ഭയങ്കര അഡ്ഡമനായ മനുഷ്യൻ, അഹങ്കാരം നിറഞ്ഞ, ഒരു രക്ഷയില്ല, പിടിച്ചു കിട്ടത്തില്ല. ഈ അവസരത്തിലാണ് ഈ മനുഷ്യന് ഈ അണക്കരവൻ ധ്യാനം കൂടി. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ തലേക്ക് ഞാൻ നമ്മുടെ കൃപയിലോട്ട് കർത്താവ് കൃപ കൊണ്ട് തലേക്ക് യേശുനാമത്തിൽ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഇത് അലറിക്കൊണ്ട് ഈ മനുഷ്യൻ്റെ ശരീരത്ത്, ഇത് ഞാനറിയാം, നിങ്ങൾക്കറിയാമല്ലോ, അവിടെ പലപ്പോഴും വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഞാൻ പലപ്പോഴും ആളുകളെ കുറിച്ച് സംസാരിക്കാറൊന്നുമില്ല. അവിടെ പ്രശ്നങ്ങൾ പലപ്പോഴും കേൾക്കാൻ ഈശ്വരൻ പറയും കേൾക്കാൻ പോകണ്ടെന്ന് പറയും. കാരണം ചില പേര് നമ്മളോട് നോടാൻ പറയും. ഈ തിന്മയുടെ നമ്മൾ ചിലവൊരു ആത്മാവിൽ ഇങ്ങനെ ഡിസേൺമെൻ്റ് എടുത്ത് ഒരാളെടുത്ത് വരെ നമ്മൾ ആളിനെ കുറിച്ച് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കും. എൻ്റെ അടുത്തൊരു ആൾ ഞാൻ 2 ദിവസം പറയും, അവർ പറയുന്നത് എല്ലാം കേൾക്കണ്ട, ചിലപ്പോൾ കേൾക്കണം, ചിലത് കേൾക്കണം, എല്ലാം കേൾക്കേണ്ട കാര്യം നീ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ. ആ പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു പരിശുദ്ധാത്മാവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയും. അത് വെച്ചേ പ്രാർത്ഥിക്കാവുള്ളൂ. അല്ല അവരിത് ഹൈഡ് ചെയ്യും. കാരണം ആ തിന്മയുടെ ശക്തിക്ക് ഇപ്പം നമ്മുടെ അടുത്തോട്ട് ഒരാൾ വരുമ്പോൾ അവരിൽ നിന്ന് പൈശാശക്തി ഉണ്ടെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ അത് ആഗ്രഹിക്കുന്നത്. അല്ല, ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി പോകാതിരിക്കുക. അപ്പോൾ ഇതിങ്ങനെ അടുത്ത് പോയി എനിക്ക് ശക്തമായ പ്രേരണ. അപ്പോൾ അത് അച്ഛൻ അലറിക്കൊണ്ട് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ പൈശാശക്തി വിട്ടുപോയി, മുഴുവൻ പോയി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞാണ് കഴിഞ്ഞ നാളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വീണ്ടും വരുമ്പോൾ അദ്ദേഹം അച്ഛൻ ഞാൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. അന്ന് അവിടെ വെച്ച് എനിക്ക് ദൈവം നന്ന ഏറ്റവും വലിയ 40-41 വർഷമായിട്ടുള്ള മദ്യപാനത്തിൻ്റെ അടിമത്തം കർത്താവ് എടുത്തു മാറ്റി. അതുപോലെ ദുഷിത സ്വഭാവം മുഴുവൻ മാറി. മക്കളെ സ്നേഹിക്കാൻ തുടങ്ങി, കുടുംബം നോക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഭയങ്കര ഒരു പുതിയൊരാൾ എൻറ്റയർലി എ ന്യൂ പേഴ്സൺ, പുതിയൊരു വ്യക്തിയായിട്ട് മാറി. ശബ്ദം ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി ഹല്ലേലൂയ, വിശ്വേ ആരാധന, ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ബന്ധനം മൊത്തം ഉച്ചത്തില് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ യേശുവേ വിളിച്ചേ. പ്രിയപ്പെട്ട മക്കളെ, ഞാനിത് പറയുന്നത് ഇത് ശരിക്കും നമ്മൾ അറിയാം. ഇത് പൈശാശക്തി ആ വ്യക്തി. അല്ലാതെ ഒരാൾ ഉപദേശിച്ച് ആരെയൊന്നും ഉപദേശം കൊണ്ടൊന്നും ആകത്തില്ല. ആരെയും നമ്മൾ വഴക്ക് പറയേണ്ട കാര്യമില്ല, ദേഷ്യപ്പെട്ടിട്ട് കാര്യം. അത് കെട്ടി അതുകൊണ്ട് ഈ ഇവിടെ കണ്ടുമുട്ടുന്നുണ്ട്. അതായത് ലഗ്യോൻ ബാധിച്ചവനെ അവർ പറയുന്നുണ്ട് ചങ്ങലകളാൽ അവനെ ബന്ധിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അവൻ്റെ ചങ്ങലകൾ അവൻ്റെ കൈകാലുകൾ ബന്ധിക്കുന്നുണ്ട്. അവർ ബന്ധിക്കാൻ നോക്കിയിട്ട് എത്ര നോക്കിയാലും അവനെ ബന്ധിക്കാൻ കഴിയുന്നില്ലെന്ന് പറയാം. ശ്രവണത്തിൽ പറഞ്ഞു ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന് 4-5 പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടുകയും കാൽ വിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിയില്ല. എന്തുകൊണ്ട് അവനെ ഒതുക്കി നിർത്താത്തത്? ഇവന് പൈശാചക്തിയാണ്. ചില മക്കളെ ഒതുക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ ചില മകനെ ഒതുക്കാൻ പറ്റില്ല, ചില ആളുകളെ പറ്റത്തില്ല, ചില മദ്യമാണ് ഒതുക്കാൻ. അവനെ പറഞ്ഞൊക്കെ തിരിച്ച് ഭയങ്കര റിയാക്ട് ചെയ്യും, ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും, പ്രശ്നം നോക്കും, ഭയങ്കര വഴക്കുണ്ടാക്കും, പൈശാചിക ഉണ്ട്. 2 കേട്ടു ഹല്ലേലൂയ. വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം ഒരു മനുഷ്യനെ അവന് ഒരു പെങ്കൊച്ചിനെ ഉപദ്രവിച്ച് കൊന്നിട്ട് അത് ജയിലിൽ പോയിട്ട് അവിടുന്ന് പിന്നെ വിചാരണയുടെ റിമാൻഡ് കഴിഞ്ഞ ആ ഒരു കാലഘട്ടത്തിൽ കോടതി ഇങ്ങനെ അവനെ പിടിച്ചിട്ട് നിയന്ത്രിച്ചിട്ട് സമയമാണ്. അപ്പോൾ ആ സമയത്ത് പോലീസുകാർ അവനെ എൻ്റെ അടുത്ത് വിട്ടു പ്രാർത്ഥിക്കാൻ, അണക്കര ധ്യാനത്തിന് വിട്ടു. ദൈവം വന്ന് ധ്യാനത്തിൻ്റെ അവസാനം എനിക്ക് ഡെലിവറി ഓരോ അലറിച്ച് കാണാം. പൈശാചിക ഇവന് വിട്ടുപോയി കഴിയും. കരഞ്ഞുകൊണ്ട് എൻ്റെ കാലം വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കുറേ നേരം പറഞ്ഞു, അച്ഛാ ഞാനല്ല ഇത് ചെയ്തത്, ഞാൻ ചെയ്ത ഒരു കാര്യം എനിക്കറിയാം അച്ഛാ, ഒരു സംഭവം അതിന് മുമ്പ് എൻ്റെ എന്താ അച്ഛൻ ഇത് പ്രാർത്ഥിക്കണം, അല്ല എൻ്റെ കുടുംബം തീർന്നു, ഞാൻ എൻ്റെ പോലെ തന്നെ എൻ്റെ കുടുംബത്തിലുള്ളവർ അങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക, ഭയങ്കര തിന്മയ്ക്കകത്ത് വിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം, ഇതെന്തൊക്കെ. അതിനുശേഷം പിന്നെ അത് കോടതി പോകേണ്ടത്, ജയിലിൽ പോകേണ്ടത്, ഇപ്പോൾ ജയിലിലേ കഴിയുന്നത്. പക്ഷേ ജയിലിൽ ഇപ്പോൾ അദ്ദേഹം ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയായിട്ടാണ് ജീവിക്കുന്നത്. പ്രസവം അവർ തന്നെ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സ് പറയാറുണ്ട്, ഇതത് നീ ഇതിങ്ങനെ ചെയ്തു, നീ ഇങ്ങനെ ആളല്ലോ. അവൻ പറഞ്ഞു എനിക്കങ്ങനെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല ചില സമയത്ത് ഈ സംഭവം വന്ന് എൻ്റെ തലയിൽ വന്ന് കയറുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരു വളരെ ക്രൂരമായ രീതിയിൽ ഒരു കുഞ്ഞിനെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്നു, കൊന്നുകൊടുക്കുക. പക്ഷേ അതിനുശേഷം ഇവൻ്റെ ജീവിതം കംപ്ലീറ്റ് മാറി പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നത് കാണാൻ പറ്റും. 2 കാര്യത്തിൽ ഹല്ലേലൂയ.
സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിച്ച്, യേശുവേ സ്തുതിക്കുന്നു, 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 ഒറ്റവിളി യേശുവേ സ്തുതിച്ച്, സ്തുതിച്ച്, സ്തുതിച്ച് പൈശാചികത വിട്ടുപോട്ടെ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബന്ധനം അടിക്കട്ടെ. പറഞ്ഞു ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു സങ്കീർത്തനം ചൊല്ലാം. വലതുകൈ ഉയർത്തിപ്പിടിച്ച് ഉറക്കെ സങ്കീർത്തനം 91 അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവം എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടേണ്ട. ആയിരങ്ങൾ നിന്റെ പാർശ്വങ്ങൾ വീണേക്കാം, 10,000 നിന്റെ വലതു ഭാഗത്ത്. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതൻ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ബാധകൾ വാർത്തയെ സമീപിക്കുകയില്ല. നിന്റെ വഴികൾ നിന്റെ പാദം കല്ല് തട്ടാതിരിക്കാൻ അവിടെ നിന്നെ സർപ്പത്തിൻ്റെയും യോസ്മുഖത്തെയും സർപ്പത്തെ അവനൊരു നാമം അറിയുന്നതുകൊണ്ട് ഞാൻ എന്നെ രക്ഷിക്കും. അവനൊരു നാമം വിളിച്ചു ഒരു കഷ്ടതയും ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. പക്ഷെ കാണിച്ചു 2 കൊടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട് യേശുവേ സ്തുതിക്കുന്നു, 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 യേശുവേ സ്തുതിക്കുന്നു. ബന്ധനം മൊത്തമായിട്ട് യേശു നാമത്തിൽ കുടുംബങ്ങളിലുള്ള ദേശങ്ങളിലുള്ള തിന്മയുടെ പൈശാചിക പീഡകളെല്ലാം വിട്ടകട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ കൂട്ടായ്മയിലുള്ള ദേശത്തുള്ള അന്ധകാര ശക്തികൾ കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്നെല്ലാം അഴിഞ്ഞു പോയിട്ട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എല്ലാ അന്ധകാര ശക്തികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്ന സഹോദരൻ. യേശുനാമത്തിൻ്റെ ശക്തികൾ എല്ലാ മന്ത്രവാദ ശക്തികൾ ഉറക്കുന്ന കൈയടിച്ച് കത്ത നന്ദി പറഞ്ഞേ. ഒറ്റ വിളി ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം എഴുത്ത് പിടിച്ച അച്ഛൻ മറ്റൊരു വചനം ചൊല്ലുകയാണ്. ആ വചനം ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് വിടുതൽ സംഭവിക്കും. ഈ കൂട്ടായ്മ ബന്ധനമുള്ള ആൾക്ക് വിടുതൽ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതായത് എഫെസസ് ലേഖനം 6:10-20 വരെ ഏറ്റുവരണം. അവസാനമായി എല്ലാവരും ഉച്ചത്തിൽ ചൊല്ലിക്ക്. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുന്നതിനും ഹല്ലേലൂയ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ
സത്യം കൊണ്ട് അരമുറുക്കി ഭീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയെടുക്കുവിൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുകയും അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞാൻ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുന്നത് സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സുവിശേഷ രഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതിയാണല്ലോ ഞാൻ. എന്റെ കടമയ്ക്കൊത്ത വിധം ധീരതയോടെ പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ട് കരം എടുത്ത് ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഈ പൈശാചിക ബന്ധനങ്ങളുണ്ട്. അതാണ് ഈ ജോബിൻ്റെ പുസ്തകം 12:14 പറയും. ബന്ധനങ്ങളുടെ സംഭവമുണ്ട് അവിടെ. അത് നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ ശ്രദ്ധ. കാരണം പഴയ ഇസ്രായേൽ ജനത്തെ ഫറവോ ബന്ധിച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ അവൻ അടിമകളായി തീരുകയാണ്. അപ്പോൾ അവൻ്റെ അടിമകൾ, ആ അടിമത്ത് വരുമ്പോഴാണ് അവർ അവിടുത്തെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, അവർ പറയുന്ന മുഴുവൻ ചെയ്യുന്നു. അവർക്ക് ഫ്രീഡം ഇല്ല, ഒരിക്കലും സ്വാതന്ത്ര്യമില്ല. അവർക്ക് സ്വന്തം വളരാൻ പറ്റില്ല. ഇന്ന് പല ആളുകൾ നോക്കുമ്പോൾ ഒരുപാട് ബന്ധനങ്ങൾ കുടുംബത്തിൽ, ആത്മീയ മേഖലയിൽ ബന്ധനം കാണാൻ പറ്റും. അസൂയയുടെ, വെറുപ്പിൻ്റെ. ജെറമ്യ 50:30 പറയും അഹങ്കാരത്തിൻ്റെ ഒരു ഭയങ്കര, അല്ല ബുദ്ധിയിൽ അന്ധകാരം. 2 കോറിന്ത്യർ 4:4 പറയുന്നത് ബുദ്ധിയിൽ ഭയങ്കര നെഗറ്റീവ്. എപ്പോഴും ബുദ്ധിയുക്തിയാണ്. അവർക്ക് ആ വചനം വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഹെബ്രായ ലേഖനം 11:6 പറഞ്ഞ ദൈവവചനം അവർക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹൃദയത്തെ സ്വീകരിക്കാൻ, അംഗീകരിക്കാനും പറ്റുന്നത്. വിശ്വാസം കിട്ടുന്നില്ല, ഒരു ഫെയ്ത്ത് കിട്ടുന്നില്ല കാണാൻ പറ്റും. അതുപോലെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 7, 8, 9 വചനത്തിൽ ശതാധിപന് വിശ്വാസമുണ്ട്. കർത്താവേ അങ്ങനെ ഒരു വാക്കരളിച്ചാൽ മതി എൻ്റെ ഹൃദയം സുഖം. അങ്ങനെ ഫെയ്ത്ത് കിട്ടില്ല ഇവർക്ക്. പരിശുദ്ധമായ പോലെ വിശ്വാസം ലുക്ക 1:38 ഒരു ഫെയ്ത്ത് കിട്ടത്തില്ല. അവരെപ്പോഴും നെഗറ്റീവാണ്. അവരുടെ മൈൻഡ്, ബുദ്ധിയിൽ എപ്പോഴും നെഗറ്റീവ് പറയും. 1 കൊരിന്ത്യർ 3:18-19 പറയും ആരും ആത്മവഞ്ചന ചെയ്യാതിരിക്കട്ടെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് വിചാരിക്കുന്ന അവൻ തന്നെ ഭോഷനാകട്ടെ. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം മനുഷ്യൻ്റെ ബുദ്ധിയേക്കാൾ അതീതമാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവന് വിശ്വസിക്കാൻ പറ്റില്ല. അവന് ബുദ്ധിയിൽ അവൻ്റെ ഇരുട്ട് കയറുക. ബുദ്ധിയിലാണ് ഭയങ്കര ഇരുട്ട്. എഫെസോസ് 4:18 പറഞ്ഞാൽ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെടുക. അപ്പോൾ ദൈവം അതിനവർക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. അതാണ് മത്തായിയുടെ സുവിശേഷം 11:25-26 പറഞ്ഞ പിതാവേ ദൈവം ജ്ഞാനികളെന്നും ബുദ്ധിമാന്മാരെന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ഞാൻ സ്തുതിക്കണ്ടോ. അവിടെ ബുദ്ധിയിൽ അന്ധകാരം അത് നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് വചനം വിശ്വസിക്കാൻ. ഈശോ നമ്മുടെ മധ്യത്തിൽ വരുമ്പോഴും മത്തായിയുടെ സുവിശേഷം 18:19-20 2-3 പേര് ഇവരുടെ നാമത്തെ ഒന്നിച്ചു വിടുമ്പോൾ അവരുടെ മധ്യേനാണ് ഈശോ പറയുന്നുണ്ട്. പക്ഷേ അത് അനുഭവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ കുർബാനയിൽ ഈശോ ജീവനോടെ വന്നിരിക്കുമ്പോൾ യോഹന്നാൻ 6:54-59 വചനത്തിൽ വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവൻ്റെ ശരീരമാണ്, രക്തമാണ്. അപ്പോൾ ഈശോയുടെ സജീവ സാന്നിധ്യം. പക്ഷെ അത് അനുഭവിക്കാൻ പറ്റത്തില്ല. അത് ഈശോ അടുത്ത് വന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. യോഹന്നാൻ 4:10 ഈശോ പറയുന്നുണ്ടല്ലോ, സമരക്കാരോട് പറയും ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക നിന്നോട് ചോദിക്കുന്ന ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരുന്നു. അപ്പോൾ നമുക്കറിയാം അവിടെ ഈ സമരക്കാരിക്ക് ഈശോ അടുത്തെങ്കിൽ ഈശോയെ പ്രഭോ എന്നാണ് വിളിക്കുന്നത്. ഈശോ ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം ബുദ്ധിയിൽ അന്ധകാരം, ഈ പാപത്തിൻ്റെ ബന്ധം, ജഡിക പാപമൊക്കെ കയറിയിരിക്കുക, പൈശാശക്തി കയറിയിരിക്കുക. ശരിക്കല്ലേ ആദ്യം മനുഷ്യൻ വഞ്ചിക്കുന്നത് സാത്താനാണ് വഞ്ചിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1-3 വരെയുള്ള വചനത്തിൽ പറയാം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യജീവികളിൽ ഏറ്റവും കൗശലമേറിയ സർപ്പം. അവൻ ബന്ധിച്ചിട്ടിരിക്കുക. ഒരുപാട് കുടുംബങ്ങളും ജീവിതങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടപ്പുണ്ട്. ഇത് അഴിയണം. ഇത് അഴിഞ്ഞാലാണ് അവർക്ക് എഴുന്നേറ്റും ദൈവത്തെ സ്തുതിക്കാൻ പറ്റുക. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിഞ്ഞ കുടുംബത്തിൽ ഭയങ്കര സമാധാനമുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. പാപയ്ക്ക് സ്തോത്രഗീതം പറഞ്ഞിട്ടില്ല, കാരണം സ്തുതിക്കാൻ പോലും പറ്റില്ല. ഈ പൈശാചികത്തിൽ നാവിനെ കിട്ടും. യാക്കോബ് 3:2 പറഞ്ഞ പോലെ ദാവിനെ അവൻ ബന്ധിക്കും. ദാവിനെ ബന്ധിച്ച പിന്നെ ആ വ്യക്തിക്ക് ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റത്തില്ല. അതായത് സങ്കീർത്തനത്തിൻ്റെ 39:1-3 പറഞ്ഞ പോലെ നാവിൻ്റെ ഒരു ബന്ധനമുണ്ട്. ആ നാവിൽ തിന്മ കയറി പിടിക്കും. ആ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ദൈവത്തെ സ്തുതിക്കാനൊന്നും പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റില്ല. അപ്പോൾ കുറ്റം പറയുന്ന വ്യക്തികളായിട്ട്, ഒരു ഭയങ്കര പരദൂഷണമൊക്കെ പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ യാക്കോബ് ലേഖനത്തിൻ്റെ 3
4 മുതൽ 11 വരെയുള്ള വചനം വായിക്കുമ്പോഴുകൂടി നാവിൽ ഒരുപാട് തിന്മ ശാപവാക്കുകളൊക്കെ കയറി വരും, തിന്മയുടെ വാക്കുകളൊക്കെ കയറി വരും. അവരെല്ലാം ദേഷ്യമായിരിക്കും, ഭയങ്കര കോപത്തിൻ്റെ ആത്മാവ് അവരെ ബന്ധിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4 മുതൽ 7 വരെ കായേൻ്റെ രൂപി, ഭയങ്കര വെറുപ്പിൻ്റെ പകയുടെ രൂപി, ഇതെല്ലാം പൈശാചിക പീഡയുണ്ട്. ഇത് അഴിഞ്ഞു പോകണം. ഇത് അഴിഞ്ഞു പോകാൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് അഴിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് ഫ്രീഡം കിട്ടും. അപ്പോൾ നമുക്ക് പ്രാർത്ഥന ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷം. എന്നോട് ആളുകൾ അച്ഛൻ ഇത്രയും വർഷം സുവിശേഷം അച്ഛൻ മടുപ്പ് തന്നിട്ടില്ലേ? ഇപ്പോൾ ഒരിക്കലും എനിക്ക് മടുപ്പില്ല. ഇനിയും കൂടുതൽ കർത്താവിൻ്റെ വചനം, കാരണം അത് ഈശോ അറിയാൻ പറ്റുന്നു, ആഴത്തിൽ അറിയാൻ അനുഭവിക്കാൻ നമുക്ക് പറ്റും. 1 കൊരിന്ത്യർ 2:14 പറയുന്നുണ്ട്, ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവന് സ്വീകരിക്കുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വം, അവനത് ബുദ്ധിയിൽ അന്ധകാരം. അവനത് ആ വചനം കിട്ടും. അവന് പരിശുദ്ധാത്മാവിൻ്റെ വരം പറഞ്ഞാൽ 1 കൊരിന്ത്യർ 12:6 മുതൽ 11 വരെയുള്ള വചനത്തിൽ പറഞ്ഞ ഒരുപാട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയും. അതൊന്നും അവന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധാത്മാവ് ആരാന്ന് പോലും ചോദിച്ചാൽ ഇവന് അറിയാൻ പറ്റത്തില്ല. ഇതൊരു വചനത്തിൻ്റെ ശക്തി ഒന്നും അവന് മനസ്സിലാക്കാൻ. എബ്രായ ലേഖനം 4:12 പറഞ്ഞ കർത്താവിൻ്റെ ഇരുതല വാളാണ്. എഫെസോസ് 6:17 പറഞ്ഞ ദൈവത്തിൻ്റെ വചനം വാളാണത്. എസെക്കിയേലിൻ്റെ 21:1 തൊട്ട് 14 പറഞ്ഞ കർത്താവിൻ്റെ വാൾ, വചനത്തിൻ്റെ വാളുണ്ട്. അപ്പോൾ ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം വചനത്തിൻ്റെ ശക്തി കണ്ട് അതിന് ബന്ധനമുള്ളതുകൊണ്ടാണ് നമുക്കിത്. ഇപ്പോൾ പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ്, അമ്മയുടെ മധ്യസ്ഥ അമ്മ, അമലോത്ഭവയാണ്. ഇതൊക്കെ പറഞ്ഞാൽ അത് ബുദ്ധിയിലെടുക്കുന്നു. കാരണം ബന്ധനമുള്ളതുകൊണ്ടാണ് എല്ലാം ബുദ്ധിയിലെടുക്കുന്നത്. ബുദ്ധിയിലെ അന്ധകാരം കൊണ്ട് നമ്മൾ എടുക്കുന്നത്. നേരെ മറിച്ച് പരിശുദ്ധമ്മ എന്ത് വചനം ഹൃദയത്തിലാണ് എടുക്കുന്നത്. എസെക്കിയേലിൻ്റെ 3:10 പറയും, ഇത് ചെവി തുറന്ന് വചനം കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറയും. ദൈവവചനം ഹൃദയം കൊണ്ട് വചനം ഭക്ഷിക്കാൻ പറ്റും നമുക്ക്. മത്തായി 4:4 ലൂക്ക 4:4 പറയുന്ന ദൈവത്തിൻ്റെ വചനം അത് അപ്പമാണ്, അത് ജീവനാണ്. യോഹന്നാൻ 4:34 പറയുന്ന ആ ഒരു ഭക്ഷണമുണ്ട്. അവർ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ വചനം ഭക്ഷിക്കാൻ പറ്റും. വചനം ഈശോ തന്നെയാണ്. യോഹന്നാൻ വെളിപാടിൻ്റെ 19:13-14 പറയുന്നത് അവർ രക്തത്തെ മുക്കി ഒരു മേലങ്ക ധരിച്ചിരിക്കുന്നു. അവർ നാമം ദൈവ വചനമെന്ന്. ആ വചനം വന്ന് നമ്മുടെ ജീവിതത്തിൽ വീഴുമ്പോൾ നമ്മുടെ പൈശാചിക പീഡയൊക്കെ വിട്ടുപോയി. 2 ഹല്ലേലൂയ. ദൈവവചനം കേൾക്കണം. വെള്ളം മായം ചേർക്കാത്ത വചനം കേൾക്കണം. 2 കൊരിന്ത്യർ 2:17 പറയുന്നത് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്നവരുണ്ട്. 1 തെസ്സലോനിക്കർ 2:3-7 വരെ അതൊരു പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ വചനത്തിൽ മായം ചേർത്തിട്ടില്ല. ഒരു മായമില്ലാത്ത ശുദ്ധമായ വചനം. ശുദ്ധമായ വചനം പറഞ്ഞാൽ മാത്രമേ, കൃപയുള്ള വചനം പറഞ്ഞാൽ മാത്രമേ ഈ പൈശാചികത്തിൽ വിട്ടുപോകുള്ളൂ. അല്ല, ഒരിക്കലും ഇത് വിട്ടുപോകത്തില്ല. അത് അവിടെ തന്നെ കിടക്കും. അത് നമ്മളൊക്കെ ഇത് പോകുന്ന പോലെ തോന്നിക്കും. ചിലപ്പോൾ ഇത് ബഹളമൊക്കെ വെക്കും. പക്ഷെ ഇത് വിട്ടുപോകണം. ബന്ധനം ശരിക്കും അഴിഞ്ഞു പോകണം. അഴിഞ്ഞു പോയി കഴിയുമ്പോഴാണ് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ കുടുംബം, എല്ലാ മേഖല അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് കാണാൻ പറ്റും. 2 കൊരിന്ത്യർ ഹല്ലേലൂയ. ഒറ്റ വിളിയേശുവേന്ന് വിളിച്ച് ഉച്ചത്തിലേശുവേന്ന് വിളിച്ച് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഹലോ ഉച്ചത്തിൽ. അമ്മേ, എനിക്കൊരു 10 വർഷം മുമ്പ് ഞങ്ങളുടെ അണക്കരെ ധ്യാനിക്കുമെന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം ഭയങ്കര മദ്യപാനി. അദ്ദേഹം ഇങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള കട്ടപ്പന പ്രദേശത്തൊരു ശരിക്കും ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു ഈ മനുഷ്യന്. അതിനകത്ത് ഇങ്ങനെ പെട്ട് കഴിഞ്ഞ് മദ്യപാനവും സകല തിന്മയ്ക്കകത്ത് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ കഴിഞ്ഞ സമയം വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം, വീട്ടിൽ വഴക്ക്, ഭക്ഷണം, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം പ്രശ്നം, വീടൊന്നും ഇല്ല, വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ കുടുംബം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അദ്ദേഹം വന്നിട്ട് അണക്കരവും ധ്യാനം കൂടി അദ്ദേഹത്തിന് പ്രാർത്ഥന സമയം ഡെലിവറൻസ് കിട്ടി. ഈ പൈശാചിക ബന്ധനം മൊത്തം വ്യക്തി വിട്ടുപോയി കഴിഞ്ഞപ്പം ഇതേ ജോലിയൊന്നും കളഞ്ഞിട്ടില്ല. ഇന്നും അതേ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അതിന് കൂടെയുള്ളൊരു മദ്യപാനികളും ഒരുപാട് കുഴപ്പക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ 10-12 വർഷമായിട്ട് ഇദ്ദേഹം എന്നാൽ ഡെലിവറൻസ് കിട്ടി. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പവർഫുള്ളായി ആൾ ഉള്ളിൽ ആത്മാവ് നിറഞ്ഞോണ്ട് ഇപ്പോഴും അദ്ദേഹം അവിടെ പ്രാർത്ഥനയിൽ തന്നെ കഴിയുന്നു എന്നുള്ളതാണ് അടുത്തൊരു അത്ഭുതം. ഹല്ലേലൂയ. ഒരിക്കൽ പോലും മദ്യപാനത്തിലേക്ക് മറ്റു തിന്മയിലേക്ക് തിരിച്ചു പോയിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭയങ്കര മാറ്റം വന്നു. അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായിട്ട് വളർന്നു. അദ്ദേഹം വീട് വെച്ചു, മക്കളുടെ പഠിത്തം ശരിയായി, എല്ലാം ഇപ്പോൾ ഒരു നന്നായിട്ട് എല്ലാ മേഖലയിലും ഗ്രോത്ത്. ബ്ലോക്ക് മുഴുവൻ ആ വീടിൻ്റെ തടസ്സം മാറി. ആ വീട് സാമ്പത്തികമായിട്ടും മക്കളുടെ പഠിത്തം, കുടുംബം ഒരു നല്ല എല്ലാം കൊണ്ടും നല്ല വളർന്നു. ഇന്നും അദ്ദേഹം മുടങ്ങാതെ കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്. ഇത് മനുഷ്യൻ മുടങ്ങാതെ അതേസമയം അതേ സ്ഥലത്ത് അതേ ആളുകളുടെ ഇടയിലാണ് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ പാപത്തെ ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതുവരെ പാപം ഇദ്ദേഹത്തെ, ഈ തിന്മയുടെ ശക്തി ഇദ്ദേഹത്തെ കീഴ്പ്പെടുത്തുന്നു. പക്ഷെ ഇദ്ദേഹം ഇപ്പൊ അതിനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. 2 കൊരിന്ത്യർ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഉച്ചത്തില് ഹല്ലേലൂയ 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 സ്തുതിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒറ്റ വിളി യേശുവേ എന്ന് വിളിച്ചേ.
കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ബന്ധനം അടിയോട്ടെ 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 അടിയോട്ടെ. ശക്തിയോടെ പറയുക. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. ശരിക്കും പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ വല്ലപ്പോഴും രോഗശാന്തി അല്ല സംഭവിക്കേണ്ടത്. രോഗശാന്തി സംഭവിക്കും, അതിന് ഭാഗമായിട്ട് സംഭവിക്കും. പക്ഷെ സംഭവിക്കേണ്ടത് ഡെലിവറൻസാണ്. നമുക്കൊരു ഒരാൾ ആശുപത്രിയിൽ പോയി, നമ്മളിപ്പോൾ മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ നമുക്കൊരു രോഗം സൗഖ്യപ്പെട്ടു, അതുകൊണ്ട് അതിൻ്റെ പ്രശ്നം തീരുന്നത് ആ വേദന, ശരീരത്തിലെ ഒരു രോഗം മാറി, ഒരു വേദന മാറി, അല്ലെങ്കിൽ ഒരു പ്രശ്നം, ആ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കാര്യമില്ല, അതൊരിക്കലും കാര്യമില്ല. ശരിക്കും കിട്ടേണ്ടത് ടോട്ടൽ ഡെലിവറൻസ്. രോഗം മാറിയാൽ അടുത്ത രോഗം അടുത്ത സമയത്തിനുണ്ട്, മനുഷ്യനുണ്ടാവും. രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ കണ്ണിന് കാഴ്ച പ്രശ്നം വന്നു, ഒരാൾ അവിടെ ചെന്ന് ചികിത്സിച്ച് ചിലപ്പോൾ കണ്ണിനൊരു ഓപ്പറേഷൻ നടത്തി കണ്ണ് ഹീൽ ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ആളുടെ പ്രശ്നം തീരുന്നില്ല. ആളുടെ പ്രശ്നം, ഒരു പനി വന്നു, ആശുപത്രി ചെന്നു, മരുന്ന് മേടിച്ചു, അത് പനി മാറി, അതുകൊണ്ട് പ്രശ്നം തീരുന്നില്ല. അതുകൊണ്ട് ആ സമയത്തുള്ളൊരു പ്രശ്നം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ ഒരു രോഗശാന്തി മാത്രമായിട്ട് നമ്മൾ കാണും. പക്ഷെ പറ്റത്തില്ല. അതിനപ്പുറത്ത് പൂർണ്ണ ഡെലിവറൻസാണ് സംഭവിക്കേണ്ടത്. ഡെലിവറൻസ് വെച്ചാൽ അവിടെ നമ്മുടെ ജീവിതത്തിൻ്റെ രോഗം മാറാതെ അതല്ല, നമ്മുടെ ഉള്ളിലുള്ളൊരു അന്ധകാര ശക്തി, പൈശാചിക ശക്തി നമ്മൾ വിട്ടുപോയിട്ട് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. 2 Corinthians ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ ദേവാലയത്തിൻ്റെ സുന്ദര കവാടത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന മുടന്തനെ പത്രോസ് കൈപിടിച്ച് ഉയർത്തുമ്പോൾ, സ്വർണ്ണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളൂ, നിനക്ക് ഞാൻ തരുന്നത് നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറയുമ്പോൾ ആ നിമിഷത്തിൽ ഇവനങ്ങ് എഴുന്നേക്കെന്ന് കാണാൻ പറ്റും. ഇവൻ എഴുന്നേൽക്കുമ്പോൾ അതോടെ അവൻ്റെ ആ വെറുതെ കൈകാലുകളിൽ നിന്ന് ഉയരുക എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ വിശ്വാസം ഉയർന്നു, അവൻ്റെ പ്രയർ ലൈഫ് മാറി, അവനൊരു ശിഷ്യനായിട്ട് മാറുക, ക്രിസ്തു ശിഷ്യനായിട്ട്, പിന്നെ അവൻ്റെ വിശുദ്ധനായിട്ട് മാറുക. 2 Corinthians ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ച ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ശക്തിയോടെ സ്തുതിച്ച് 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 ഹല്ലേലൂയ സ്തുതിച്ച് സ്തുതിച്ച് സന്തോഷമാണോ നമ്മൾ സ്തുതിച്ച് ഹല്ലേലൂയ സ്തുതിക്കുക സ്തുതിക്കുക സ്തുതിക്കുന്നു. ഒറ്റവിളി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതിൻ്റെ അടുത്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ വരികയാണ്, ശ്രദ്ധിച്ച്. അപ്പോൾ ഇതിനകത്ത് ഈ ബന്ധനങ്ങളുടെ മേഖലയിൽ മന്ത്രവാദങ്ങളുടെ ബന്ധനം വരും. മന്ത്രവാദം കൊണ്ട് ചിലർ പൂട്ടാൻ വേണ്ടി പൂട്ടാം, ചാത്തസേവ കൊണ്ട് പൂട്ടാം, പൈശാചിക വർഷിപ്പ് കൊണ്ട് പൂട്ടാം. അങ്ങനെ ഒരുപാട് മേഖലയുണ്ട്. സത്താൻ്റെ ഒരുപാട് അവൻ്റെ ചില തൊടലുകളൊക്കെ ഉണ്ട്, അവൻ്റെ കയ്യിൽ കുറേ സാധനമുണ്ട്. അപ്പോൾ അത് ഓരോന്നിട്ട് ഓരോരുത്തരും വേണ്ടി പൂട്ടിക്കളയാൻ പറ്റും. അവിടെ അവൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ, ഈശോയായിട്ടുള്ള ബന്ധവും കുടുംബം എല്ലായിടത്തും അസ്വസ്ഥതകൾ അവൻ ജനിപ്പിക്കാം, എല്ലായിടത്തും പ്രശ്നം, ബ്ലോക്കുകൾ ഉണ്ടാക്കാം. വെറുതെ പേടിപ്പിക്കാൻ പറയല്ല, ഇത് ശരിക്കും ഇത് പ്രവർത്തിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് രക്ഷപ്പെടുന്നത് എങ്ങനെയാണ്, ഇതെങ്ങനെ പുറത്തു വരാൻ പോകുന്ന മേഖലയെക്കുറിച്ച് അച്ഛൻ പറയാൻ പോവാം. ശ്രവണത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഹല്ലേലൂയ. ആമേൻ. കുറേ നാൾക്ക് മറ്റൊരു സംഭവമാണ്, ഞാൻ യൂറോപ്പിൽ കഴിയുമ്പോൾ ഉണ്ടായൊരു സംഭവമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഭാര്യ എൻ്റെ അടുത്തു നിന്നുള്ള കണ്ണുനീരോട് പറഞ്ഞു, മകൾ നേഴ്സാണ്, പക്ഷെ ഭർത്താവാണെങ്കിൽ ഈ ചൂതുകളിക്കും ഗാംബ്ലിങ്ങിന് പോകും. അത് രോഗം പോലെയാണ്. അങ്ങനെ ഒരു 80 ലക്ഷം രൂപയോളം കടവ് ഉണ്ടാക്കി വെച്ചു. ഭയങ്കര ബുദ്ധിമുട്ട്, പ്രശ്നം വയ്ക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു, ഇദ്ദേഹം പള്ളി ധ്യാനത്തിനൊന്നും പ്രയറൊന്നും പോകില്ല. അത് ചില സമയത്ത് പോകും കേട്ടോ, ധ്യാനം കൂടും. 1-2 ആഴ്ച ഭയങ്കര കരച്ചിലും പിടിച്ച് ഞാൻ തെറ്റ് ചെയ്തു മാപ്പൊക്കെ പറയും. പക്ഷെ വീണ്ടും ഇതെങ്ങനെ പോവുകയാണ്, ഒരു ലഹരി പോലെ അങ്ങ് പോകും, ഇതിനകത്ത് പെട്ടുകൊടുക്കും. ഒരു രക്ഷയിൽ നമ്മളിന്നത്തെ കുഞ്ഞുങ്ങൾ ഈ ഗെയിമിന് അടിമപ്പെടുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്നു, അല്ലെങ്കിൽ സിനിമകൾക്ക് അടിമപ്പെടുന്നു. അതൊക്കെ പൈശാചിത്യം കേട്ടോ. ഇത് മുഴുവൻ ബന്ധനമാണ്. ആ ബന്ധനം പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പൊട്ടിയില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ആ പൊട്ടിയില്ലെങ്കിൽ നമ്മൾ എന്നാ പ്രാർത്ഥന നടത്തിയാലും നമ്മൾ ശരിക്കും ആ ബന്ധനം പൊട്ടണം, ആ പൊട്ടി മാറും നമ്മൾ. അതായത് ഈ അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 25-26 വചനത്തിൽ പൗലോസ് സീലാസ് തടവറയിൽ കിടക്കുമ്പോൾ അവിടെ അവരുടെ ഒരു ബന്ധനമുണ്ട്, അവർ ചങ്ങല പൊട്ടുന്നുണ്ട്, അവർ വാതിലുകൾ തുറക്കപ്പെടുന്ന സംഭവം. അങ്ങനെ സംഭവം ഉണ്ടാകണം. അതെങ്ങനെയുണ്ട്, അത് മനുഷ്യനുണ്ട്. നമ്മൾ വൃത്തിവാദം വന്നിട്ട് കാര്യമൊന്നുമില്ല. ഒരു ചെറിയ പ്രശ്നം, ശരിക്കുള്ളൊരു ഡെലിവറൻസ് സംഭവമാണ്. അപ്പോൾ അത് സംഭവിച്ചാൽ മാത്രമേ പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. 2 Corinthians ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദം കൊടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ പറയാം. അപ്പോൾ ഈ മനുഷ്യനിങ്ങനെ
പ്രശ്നത്തിൽ. അപ്പോൾ എന്നോട് ഈ എൻ്റെ സ്നേഹിതർ പറഞ്ഞ അച്ഛാ ഇവരുടെ വീട്ടിലൊന്ന് അച്ഛൻ ചെന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ താല്പര്യം എനിക്കില്ല, ഞങ്ങളുടെ വീടുകളിൽ പൊതുവേ ഈശോ പറഞ്ഞു വളരെ അത് പരിശുദ്ധമെന്ന് പറയാതെ ഒരു വീട്ടിലും പോയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയും. അപ്പോൾ ഈശോ പറഞ്ഞിട്ട് മാത്രമേ പോകാറ്. അവസാനം പക്ഷേ ഇവർ ഒരുപാട് വലിയൊരു പ്രശ്നത്തിൽ കഴിഞ്ഞ സംഭവമായുണ്ട്. അവസാനം ഇങ്ങനെ ഇവരുടെ വീട്ടിൽ തന്നെ കൂടും. അതിന് തൊട്ടടുത്തുള്ളൊരു ശുശ്രൂഷകൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ പോയിട്ട് വന്നപ്പോൾ ആ ശുശ്രൂഷകൻ്റെ വീട്ടിൽ കയറി പപ്പത്തെ പറഞ്ഞ് അച്ഛാ ഇവരിവിടെ കരഞ്ഞോണ്ട് നിൽപ്പുണ്ട്, അച്ഛനെ ഒന്ന് കയറി അവർ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കുമോ, അവനിപ്പോൾ അവിടെയുണ്ട്, ഇപ്പം അവന് അച്ഛനെ കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞു, സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയറി ഇവരോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും ഒരു വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരക്ഷരം പറഞ്ഞിട്ട് കാര്യമില്ല. ഉപദേശം കൊണ്ട് ഒരു കാര്യം, കാരണം ഡെമോണിക് സ്പിരിറ്റാണ്. അവിടെ ഉപദേശിച്ചൊരു അവന് ഇറങ്ങിപ്പോകാം, അവൻ്റെ തിന്മയുടെ ശക്തിയെ ബഹിഷ്കരിക്കുന്ന ഒരു കൃപ നമ്മൾ പ്രവർത്തിക്കാതെ വേറെ എന്ത് ഉപദേശം കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അത് ബന്ധനമാണ്. പിശാച് അവന് അറിവ് കൊടുത്താലൊന്നും അവൻ്റെ തലയിൽ കയറുന്ന പിശാച് അത്രമാത്രം അവൻ്റെ ബുദ്ധിയെ ഇരുട്ടി വെച്ച് വയ്ക്കാം. അപ്പോൾ ഞാനീ ചെന്നവിടെ ഇവനെ മുട്ടുകുത്തിച്ച് ഇവർ തലയ്ക്ക് വെച്ചൊന്ന് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഹോളി വാട്ടറൊക്കെ തളിച്ചു, ജസ്റ്റ് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് വീടൊന്ന് പ്രാർത്ഥിച്ചു. തന്നെ പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങ് പോന്നിട്ട് ഒറ്റ വാക്ക് പറഞ്ഞു, നീ നിൻ്റെ ഭാര്യയും കൂടെ വന്നിട്ട് ധ്യാനം കൂടിയിരിക്കും, നാട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ധ്യാനം കൂടിക്കണം, കർത്താവിന് സാക്ഷ്യം വഹിക്കണം. ശ്രദ്ധ പറഞ്ഞു ഹല്ലേലൂയ. ഈശോ ഇടപെട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അവനടുത്ത് പിന്നെ അന്ന് കുരിശ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൻ്റെ ഈ സ്വഭാവ പൈശാചിക ബന്ധനം പൂർണ്ണമായിട്ട് ഇവനെ വിട്ടുപോയി. പ്രസലോഷ് ഈ പൈശാചിക ശക്തി ഇവനെ വിട്ടുപോയി. ഇവൻ്റെ ജീവിതത്തിൽ കടവും വീട്ടി ഇപ്പം സമാധാനത്തോടെ കുടുംബം കഴിയുക. ഒരിക്കലും ഒരുത്തൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് അവനെയും കൂട്ടിക്കൊണ്ടുവരും, എൻ്റെ ഭർത്താവിനെ കൊണ്ടുവരും, എൻ്റെ ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പറ അച്ഛാ ഇവനെ അച്ഛൻ അറിയാവോ? ഞാൻ പറയും എനിക്കറിയുന്നില്ല, ഞാനിവനെ ഉപേക്ഷിക്കാൻ പോവാം. പ്രസലോഷ് നീ എന്തിനാ എന്നോട് വന്നിട്ട് പറയുന്നത്? അതിൻ്റെ കാര്യമുണ്ട് മുഴുവൻ കേട്ടിട്ട് അച്ഛൻ. എന്നിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു 10-40-50 ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിലോട്ട് തന്നു. പ്രസലോഷ് പ്രസലോഷ് ഒരു കെട്ട് സാധനമുണ്ട്, ക്രെഡിറ്റ് കാർഡ്. അടിമയാണ്, കടമേടിച്ചോണ്ടിരിക്കുക. അവള് പറഞ്ഞു കാരണം ഞാനുണ്ടാക്കിയ പൈസ മുഴുവൻ തീർത്തു. ഒരു പൈസാശി ബന്ധനാണ് ഇവന്. അച്ഛനത് അച്ഛൻ മേടിച്ചെടുത്ത് കൊണ്ടുപോയി കളഞ്ഞേരെ. പ്രസലോഷ് അല്ല ഇവൻ തീർന്നു, ഞാനങ്ങ് തരാൻ പറയും. എൻ്റെ കയ്യിൽ നിന്ന് മുഴുവൻ മേടിച്ചു, ഞാനങ്ങ് കുരിശ് വരച്ചു നാമത്തിൽ. ഞാൻ പറഞ്ഞു മേലാൽ ഇത് ഉപയോഗിച്ചൊക്കെ യേശു ക്രിസ്തു നാമത്തിൽ ബന്ധിക്കുന്നു. ഞാൻ അവൻ്റെ നെറ്റൊരു കുരിശ് ഒരു 3 പ്രാവശ്യം നെറ്റി എന്നെ കുരിശിട്ടു. അവളുടെ തന്നെ കുറിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. പ്രസലോഷ് ഞാൻ വിശ്വസിക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടാ. അന്ന് അവൻ്റെ അവൻ പറയുന്നുണ്ട്, ആ തലേന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക വീട്ടിൽ ചെല്ലുന്നിടം വരെ. പ്രസലോഷ് ഒരു പൈശാചക്തിയാണ് വിട്ടുപോകുന്നുണ്ട്. പ്രസലോഷ് യേശുവേ സ്തുതിക്കുക, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുക, 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 സ്തുതിക്കുക. കഴിഞ്ഞ ഒരു തമാശ പഠിച്ച സംഭവം. നിങ്ങൾ ഈ ബന്ധനം നമ്മൾക്ക് തമാശ, അത് ഡെമോണിക് സ്പിരിറ്റാണ്. എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലൊരു കുടുംബം, അപ്പം മരിച്ചുപോയി, അമ്മയുണ്ട്. അമ്മയ്ക്കിപ്പോൾ 75 വയസ്സ് പ്രായമുണ്ട്. അമ്മ പള്ളിയിൽ പോകില്ല കേട്ടോ, മുസാരും കുർബാനയും. മക്കൾ 2 പേരുണ്ട്, 2 പേർക്ക് 50 വയസ്സ് മുകളുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. 2-3 കല്യാണം കഴിച്ചിട്ടില്ല. ഇഷ്ടംപോലെ സമ്പത്തുണ്ട്. അമ്മ ഭയങ്കര നെഗറ്റീവാണ്, അമ്മ ഭയങ്കര പ്രത്യേക സ്വഭാവം. അമ്മയുടെ ഏറ്റവും വലിയ സ്വഭാവം അറിയോ? സീരിയലിന് അടിമയാണ്. പ്രസലോഷ് ഹല്ലേലൂയ. ടെലിവിഷൻ തുറന്ന് സീരിയൽ ഇങ്ങനെ കണ്ടു, രാവിലെ ഒരു കുർബാന കാണുന്നില്ല. പ്രസലോ എപ്പോഴും ഇതിനകത്ത് അടിമയാണ്, ഇതത് മാറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എനിക്ക് അവിടുത്തെ സ്ഥലത്ത് വികാരിച്ചനല്ലോ, അച്ഛ ഒരു കാര്യം ചെയ്യാവോ, ഇതുവരെ ഞാൻ എങ്ങനെയും അച്ഛൻ്റെ അടുത്ത് എത്തിക്കാം. പ്രസലോഷ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറയാം എനിക്ക് പ്രത്യേകിച്ച് കഴിവുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. അതൊരു പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഡെലിവറൻസ് എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നതല്ല. ഡെലിവറൻസ് കൊടുക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ പറയാം അത് ഒറിജിനൽ അഭിഷേകം. പ്രസലോഷ് ഇവിടെയൊക്കെ കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. പ്രസലോഷ് അവിടെയൊക്കെയാണ് ഞാനിത് പറയാൻ കാര്യം. പ്രസലോഷ് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുക. അന്ന് പരിശുദ്ധാത്മാവുള്ളവർക്ക് മാത്രമേ ഡെലിവറൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. പ്രസലോഷ് പരിശുദ്ധാത്മ വെളിപ്പെട്ട് നിൽക്കാതെ ഒരിക്കലും നടക്കുന്ന കാര്യം. അത് വേറെ എന്തും രോഗശാന്തിയൊക്കെ പറ്റും, പക്ഷെ പരിശുദ്ധ ഈ പിശാചിന് ഒരുവൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക കാര്യം അലസതയാകാം, ആസക്തിയാകാം, ധനമോഹമാകാം, അഹംഭാവമാകാം, അസൂയയാകാം, വെറുപ്പാകാം, വിദ്വേഷമാകാം, നിരാശയാകാം, കുറ്റബോധമാകാം, മദ്യപാനാകാം, സ്വയംഭോഗമാകാം, സ്വവർഗരതികളാകാം, ജടിക ചിത്രങ്ങളുടെ അടിമത്വം. അത് സ്പിരിറ്റാണത്, അതിനെ ബന്ധിക്കണം. അച്ഛൻ ബന്ധിച്ച് വാക്കടിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമൊന്നുമില്ല. ഈശോ പറഞ്ഞു അത് നമ്മൾ ചില ആൾക്കുണ്ട് ഡെലിവറൻസ് പറയേണ്ട കാര്യമൊന്നുമില്ല.
അത് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി, അഭിഷേകം ആ കർത്താവ് തറ, അത് വളരെ ചുരുക്കം ആൾക്കാർക്ക് അത് പ്രവർത്തിക്കുന്നേ കാണാറുള്ളൂ. പ്രസലോഷം വളരെ കൈവിരലെണ്ണ ആൾക്കാരിലെ പ്രവർത്തിക്കും. പ്രസലോഷം രണ്ട് കാലത്ത് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. സഭാ ചരിത്രം പഠിക്കുമ്പോൾ ഇതിൻ്റെ പിന്നെ ഒരു താപസ് ജീവിതം നയിക്കുന്നവർക്ക് അത് പറ്റുള്ളൂ പറഞ്ഞു, അല്ലാത്തവർക്ക് ഇത് പറ്റില്ല. എനിക്കറിയാവുന്നൊരു കുടുംബം, ഒരു തമിഴ് ഫാമിലിയാണ്. പ്രസലോ കേരളത്തിന് വെളിയിലുണ്ട്. ഹസ്ബൻഡ് വൈഫ് മാരീഡല്ല അവർ. പ്രസലോഷ് അവർ മാരീഡാണ്, മക്കളില്ല അവർക്ക്. അവരിപ്പോൾ ഒരുമിച്ച് അവർ ജീവിക്കുന്നതിന് സഹോദരങ്ങളെ പേരാണ് ജീവിക്കുന്നത്. പ്രസലോഷ് ഇവർക്കൊരു 10-20 വർഷം മുമ്പാണ് ഇവർക്ക് ഗ്രേസ് കിട്ടുന്നത്. പ്രസലോഷ് അപ്പം അവർ എന്നും അവരുടെ അടുത്ത് ഇങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെയ്യും. പ്രസലോഷ് അവരിങ്ങനെ ആൾക്കൊണ്ട് പ്രാർത്ഥിക്കും. വിശുദ്ധ ജീവിതം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിശുദ്ധി എന്ന്, ബ്രഹ്മചര്യ എന്നുള്ള പുണ്യം തുടങ്ങും. സെന്റ് ആന്റണിയുടെ ചരിത്രം, മിസ്റ്റർ ബെനഡിക്റ്റ് പുണ്യമാണ്, മിസ്റ്റർ ജോൺ മരിയ വിയാനി പുണ്യമാണ്, മിസ്റ്റർ അമ്മത്രസ്യ, അങ്ങനെയുള്ള വലിയ വിശുദ്ധർ. അവരൊക്കെ അതുകൊണ്ട് നമ്മൾക്ക് ഒത്തിരി വളരാനുണ്ട്. ഞാനൊക്കെ ശുശ്രൂഷയിൽ ശിശുവാണ്, ശിശുവിൻ്റെ ശിശുക്കൾ വളരെ ഒന്നുമില്ല. ഒരുപാട് വളരണം. എന്നുവെച്ചാൽ തപസ്സും പ്രയർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഈശോയുടെ ഉപവാസവും പ്രാർത്ഥനയും എടുത്താൽ മാത്രമേ ഇതിനെ ബഹിഷ്കരിക്കാൻ പറ്റൂ. രണ്ട് കടമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ നന്നായിട്ട് കൈയടിച്ച് ഉച്ചത്തിൽ ഒറ്റ വിളി ഹല്ലേലൂയ ഹല്ലേലൂയ. പൈശാചികത്തിന്റെ പീഡകളെ കുറിച്ച് അറിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ക്ലാസ് നിങ്ങൾ ശരിക്കും കേൾക്കേണ്ട ക്ലാസ്സാണ്. നിങ്ങൾക്ക് വീട്ടിൽ കണ്ട് ധ്യാനം വചനത്തൊക്കെ ഇവിടേക്ക് നിങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെ കർത്താവ് ഒരുക്കിയ സ്ഥലം, വിശുദ്ധമായി പുണ്യപ്പെട്ട ഒരുപാട് ആത്മാക്കൾ നേടിയൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. പ്രസലോഷ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആത്മാക്കൾ നേടിയ മണ്ണിലാണ് നിൽക്കുന്നത്. പ്രസലോഷ് ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഇതാണ് കിട്ടണം, ഈ ഡെലിവറൻസ് കിട്ടണം. അപ്പം അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം, അതിനോട് ഒരുങ്ങണം നമ്മൾ. അല്ല നടക്കുന്ന കാര്യം വെറുതെ ഒന്നും എന്ത് കാര്യമൊന്നുമില്ല. അത് ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി വന്നിട്ട് ആ പ്രയർ മേടിച്ച് ഡെലിവറൻസ് കിട്ടിയാലേ മുന്നോട്ട്. അതെങ്കിലും നമുക്കൊരു ബൈബിൾ പോലെ തുറക്കാൻ പറ്റുള്ളൂ. ഒരു ശവമാല ചൊല്ലാൻ പറ്റുന്നില്ലേ, ഒരു ബന്ധനമുണ്ട്. പ്രസലോഷ് പള്ളി കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ലേ, ഒരു ബന്ധനമുണ്ട്. രാവിലത്തെ കുർബാനയ്ക്ക് പോകും, വൈകുന്നേരത്തിന് മാറ്റും. ആരോട് വെറുപ്പ് സൂക്ഷിക്കുന്നുണ്ടോ, ഒരു ബന്ധനമുണ്ടോ? നിരന്തരമായ കടബാധ്യതയുടെ കെട്ട്, ഭയങ്കരമായ സാമ്പത്തിക കെട്ട്, കൂടെ വരിക. ഒരു നോർമലായിട്ട് കുഴപ്പം, നോർമൽ നമുക്കൊക്കെ പ്രശ്നങ്ങൾക്ക് ജീവിതത്തൊക്കെ ഉണ്ടാകാം, ചില പനിയൊക്കെ ഉണ്ടാകും. പക്ഷേ അബ്നോർമലായിട്ട് കയറും. അപ്പോൾ ഒരു പൈശാചികത വരുന്നുണ്ട്. ചില വീട്ടിൽ രോഗങ്ങൾ വിട്ട് മാറുന്നില്ല. ഒരു രോഗം കഴിയുമ്പോൾ അടുത്ത രോഗം, ഒരു തകർച്ച കഴിയുമ്പോൾ അടുത്ത തകർച്ച. ചില കുടുംബങ്ങളിൽ തുടർച്ചയായിട്ട് വിവാഹമോചനം, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരു പ്രശ്നമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക സ്വാഭാവികമായിട്ട്. പക്ഷെ ഏത് തീരുമാനം എടുക്കുന്നിടത്ത് മുഴുവൻ തകർന്നു പോകും. രണ്ട് കട ഹല്ലേലൂയ ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫാമിലി, ഹസ്ബൻഡും ഭർത്താവും ഭാര്യയും കൂടെ എൻ്റെ അടുത്തെന്ന് വെച്ചാൽ ഞങ്ങൾ പുതിയൊരു വീട് മേടിച്ചു. ഒരു പഴയ വീടാണ്, അത് ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ചു. പക്ഷെ അവിടെ വന്നു കഴിഞ്ഞാൽ ആകെ അസ്വസ്ഥ വെച്ചു. ഞങ്ങളുടെ മോന് അതിനകത്ത് ഒരു മുറിയിൽ ആക്കണം. അവൻ രാത്രി കിടന്ന് കാറിക്കൊണ്ട് പേടിച്ച് എഴുന്നേറ്റ് വരും. അവനങ്ങനെ കുഴപ്പം ഇതുവരെ ഉണ്ടായിരുന്നല്ല. അവന് 10-16 വയസ്സ് പ്രായമുണ്ട്. അങ്ങനെ പേടിക്കാരനൊന്നുമല്ല. പക്ഷെ എന്തൊരു അസ്വസ്ഥത, ഒരു പ്രത്യേക എന്തോ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് തോന്നുന്നു. അച്ഛന് വന്ന് വീട് വെച്ചിരിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ പോകാറില്ല, എന്ന് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഞാനെങ്കിൽ പ്രാർത്ഥിച്ചു. പെട്ടെന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചു. ഈശോ എനിക്കൊരു കാര്യം വെളിപ്പെടുത്തി പറഞ്ഞു, ഇതിനു മുമ്പ് അവിടെ താമസിച്ചിരുന്നുകൊണ്ടിരുന്നവർ എങ്ങനെ ഉണ്ടായിരുന്നു, എന്താ ഉദ്ദേശിച്ചത് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ 6-ാം പ്രമാണ ലംഘനം ഉള്ളവരായിരുന്നു ചോദിച്ചു. 6-ാം പ്രമാണ ലംഘനത്തിൽ കഴിയുന്നവരുകൾ ഈ ലക്ഷണക്കരത്തിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. കാരണം അവിടെയൊക്കെ നല്ലൊരു സ്ഥലോദേശമാണ്. ഞാൻ പറഞ്ഞു ചോദിച്ചതേ ഉള്ളൂ, എങ്ങനെയൊരു പൈശാചിക പീഡ ആ വീടിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് തോന്നി. അപ്പോൾ ഇവരെന്ത് ചോദിച്ചാൽ വീട്ടിൽ ചെന്നു. തിരിച്ചെന്നിട്ട് ഇവർ ഈ സ്ഥലം ആരുടെ നിന്നാണ് മേടിച്ചത്, അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അയൽക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു,
ഇതിനു മുമ്പുണ്ടായിരുന്ന വാടകക്കാർ അത്ര നല്ലവരൊന്നും ആയിരുന്നില്ല. ചില പോക്കുവരവൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ചില മോശമായ സ്വഭാവം അവിടുത്തെ സ്ത്രീക്കുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വാക്ക്. അപ്പോൾ ഇത് കേട്ടവിടെ ഒരു പേടിച്ച് എൻ്റെ ഓടും. അച്ഛൻ പറഞ്ഞ ശരിക്കും സത്യം വെച്ചാൽ ഞങ്ങൾക്ക് ചെങ്ങനെ. അപ്പം ഞാൻ ദിവസങ്ങളിൽ ഞങ്ങളുടെ നാട്ടിൽ ആ ദേശത്തുള്ളവരാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പറയുന്നൊരു 10, 12, 13, 14 വർഷം വായിക്കും. അപ്പം ഞാൻ ആ വീട്ടിലോട്ട് ചെന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈശോ എനിക്ക് കാണിച്ചത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞ പോലെ അവർ കൃത്യ കാര്യവും പറഞ്ഞപ്പോഴത്തേക്കും ഈശോയെ നന്ദി ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് ആ വീട്ടിൽ ആ മുറിക്കിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സംഭവമുണ്ട്. പ്രാർത്ഥിച്ചു അപ്പോൾ അതുവരെ ഇവർ പറഞ്ഞു. അതിനുശേഷം ആ വീട് പ്രാർത്ഥിച്ചു, ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവർ അതുവരെ ഇവർക്ക് ജോലി പ്രശ്നം, മക്കളുടെ പഠിത്തം പ്രശ്നം, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, കൂടെ കുമ്പസാരിക്കാൻ പറ്റുന്നില്ല, കുടുംബക്കാരെല്ലാം വഴക്ക്, സ്വസ്ഥതയില്ലാത്ത കുടുംബം, എപ്പോഴും പ്രശ്നം പിടിച്ചു. അതിൻ്റെ കൂടെ ഈ സംബന്ധത്തിലും അപ്പോൾ ഇവരെങ്കിലും അതാണ് ബന്ധനമുള്ളവരെ വീണ്ടും ബന്ധനത്തിലേക്ക് പിശാച് കൊണ്ടുപോകും. ഒരു വീട് വിറ്റിട്ടാണ് ഇത് മേടിച്ചെടുത്ത അതിനേക്കാളും പ്രശ്നം. എല്ലാം എവിടെ തൊട്ടാലും പ്രശ്നം. കാരണം തിന്മയുടെ സത്യം നയിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം പേടും. അപ്പം അങ്ങനെ ഞാൻ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് നന്ദി പറഞ്ഞതിന് ശേഷം ഇവരെൻ്റെ അടുത്ത് ഒരു ധ്യാനം കൂടി. അതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ആ കുടുംബത്തിലെ മുഴുവൻ തടസ്സവും അങ്ങോട്ട് മാറി. പ്രിസലോഷ്. ആ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള കാര്യം. പ്രിസലോഷ്. മക്കൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്കും, പ്രാർത്ഥിക്കാൻ നല്ലൊരു സജീവൻ. ആ വീട്ടിൽ ഇന്ന് ആ വീടെന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ, പ്രയർ ഗ്രൂപ്പ് പോലെ. മാതാപിതാക്കളെക്കാണ് തീർച്ചയായും മക്കൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ. കുടുംബം മുഴുവൻ നല്ല പ്രയർ ലൈഫിലായി. രണ്ട് കടത്ത് ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒന്നും കൂടെ കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ബന്ധനം മൊത്തം അടിയാട്ടെ. ഈ പൗലോസ്ലീഹ പോലും പറഞ്ഞു, പൗലോസ്ലീഹയുടെ ശുശ്രൂഷയെ പിശാച് തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞു. ചില സമയത്ത് പിശാച് വന്നിട്ട് പൗലോസ്ലീഹയുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുന്നതായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. പൗലോസ്ലീഹയ്ക്ക് മുന്നോട്ട് പോകാൻ അതൊരു നല്ല ഫ്ലുവൻ്റായിട്ട് ശുശ്രൂഷയും ഒരു ബ്ലോക്ക് ചെയ്താണ് കാണാൻ പറ്റും. ആ ബ്ലോക്ക് ചെയ്ത് പിന്നെ അതിനെ കൃപയുള്ളതുകൊണ്ട് പൗലോസ്ലീഹ ഇങ്ങനെ അതിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു കാണാൻ പറ്റും. സർവ്വത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, 1 യോഹന്നാൻ 3:18 പറയും, 3:8. 1 യോഹന്നാൻ 3:8 പറയും, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവോത്തരം പ്രത്യക്ഷനായത്. പ്രിസലോഷ്. ഈശോ വന്നാൽ തന്നെ ഇതിൻ്റെ പ്രവൃത്തികളെ ഇല്ലായ്മ ചെയ്യാൻ. അവിടെയാണ് മർക്കോസ് സുവിശേഷത്തിൽ ഈശോയുടെ ആദ്യത്തെ അത്ഭുതം പറയുന്ന, ഈശോ സിനഗോഗിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു പിശാച് ഭാഗത്തിന് അലറുന്നുണ്ട്. ഈശോയുടെ നേരെ അല്ല, എന്തിനും ഞങ്ങൾ കാര്യത്തിൽ അതിനെ ബഹിഷ്കരിക്കുന്നുണ്ട്. പിന്നെ മർക്കോസിൻ്റെ 5-ാം അധ്യായത്തിൽ കാണാൻ പറ്റും, ലഗിയോൻ ആവർത്തിച്ചിരുന്നു എൻ്റെ അടുത്ത്. ഈശോ അതിനെ ബഹിഷ്കരിക്കുന്നുണ്ട്. ആ ബഹിഷ്കരിച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല ഒരു വലിയ ലഗിയോൻ പോയി കഴിഞ്ഞപ്പോൾ അവനുണ്ടാകുന്ന വലിയൊരു മാനസാന്തരമുണ്ട്. ശ്രവണത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 8:34, 33 മുതൽ 37 വരെ. അപ്പോൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ പ്രവേശിച്ചു. പന്നികൾ കിഴക്കാൻ തുക്കായ തീരത്തിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞെന്ന് മുങ്ങിച്ചെത്തു. പന്നികളെ മേയിച്ചുകൊണ്ടിരുന്നവർ ഈ സംഭവം കണ്ട് ഓടിച്ചെന്ന് പട്ടണങ്ങളും ഗ്രാമപ്രദേശങ്ങളും വിവരം അറിയിച്ചു. സംഭവിച്ചതെന്ന് കാണാൻ ജനങ്ങൾ പുറപ്പെട്ട് യേശുവിൻ്റെ അടുത്ത് വന്നു. പിശാച് ബാധയിൽ നിന്ന് വിമോചിതനായ ആ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നത് കണ്ട് അവർക്ക് ഭയമായി. 4-5 കാര്യം പറഞ്ഞു. ഒന്ന് പറയുന്നു, അവൻ്റെ പിശാച് ബാധിതനായവൻ അവൻ്റെ പിശാച് വിട്ടുപോയപ്പോൾ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ യേശുവിൻ്റെ കാൽക്കലിരിക്കുന്നതായിട്ട് കണ്ടു. ശ്രദ്ധപ്പെടുത്തി പറഞ്ഞു ഹല്ലേലൂയ. ഒരാളിന്ന് ശരിക്കും പിശാച് ബന്ധനം വിട്ടുപോയാൽ അവന് സുബോധം ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും, പള്ളിയിൽ പോകാൻ തുടങ്ങും, ദൈവീകാര്യം മാതാപിതാക്കൾ ആരാന്ന് മനസ്സിലാവും, ഭാര്യയാണെന്ന് ആരാന്ന്, ഭർത്താവ് ആരാന്ന് മനസ്സിലാവും, മക്കളാരെന്ന് മനസ്സിലാവും, ഭാവി ദൈവരാജ്യം മനസ്സിലാവും, നിത്യതയെക്കുറിച്ച്. അല്ലെങ്കിൽ മുഴുവൻ നിരീശ്വരവാദ തലയല്ല, മൊത്തം നിരീശ്വരവാദ തലക്കറിയിരിക്കും. അപ്പം സുബോധത്തോടെ വസ്ത്രം ധരിക്കുന്നു, മാന്യമായ വസ്ത്രം ധരിക്കുന്നു.
വസ്ത്രം ധരിക്കുന്ന സന്തോഷം, അവർ ജഡികപാപത്തിൽ നിന്ന് മോചനപ്പെട്ട് അവർ ഒരു മോഡസ്റ്റി സംഭവിക്കുകയാണ്. അവർക്ക് നിയന്ത്രണമുണ്ട്, ഒരു ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. കാരണം കർത്താവിൻ്റെ പാദത്തിന് അരികെ വന്നിരിക്കുക, ഈശോയുടെ അടുക്കിലേക്ക്. അതാണ് ഡെലിവറൻസ് കിട്ടുന്നൊരു ആത്മാവ് ശരിക്കും ഉള്ളിൽ കിട്ടിയാൽ പിന്നെ അവർ കുർബാനയോട്, ദേവാലയത്തോട്, കൂദാശകളോട്, സഭയോടൊക്കെ ഒരു വലിയ ബന്ധം കൂടുന്ന കാണാൻ പറ്റും, അടുപ്പം. അത് കൂടുന്നില്ലെങ്കിൽ പൈശാചിക ബന്ധം കയറും. അന്ന് ലോകത്തിൽ അതുകൊണ്ടല്ലോ 1 യോഹന്നാൻ 5:18-19 പറയും, ലോകം മുഴുവനും പിശാചിൻ്റെ ശക്തി വലയത്തിലാണെന്ന് നാം അറിയുന്നു. യോഹന്നാൻ പറയുക ലോകം മുഴുവനും എന്ന് പറഞ്ഞു. അത് ഒരു കുറച്ച് സ്ഥലമോ കുറച്ച് പേര് മാത്രം, ലോകം മുഴുവനും പൈശാചിക ശക്തിയുടെ അടിമത്വത്തിലാണെന്നാണ് ഈ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്നത്. 2 കാലത്ത് പറയും ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കൊരു വിഷയം എഴുന്നേറ്റ് നിൽക്കാം, കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഒറ്റ ഈശോയെ എന്ന് വിളിക്കട്ടെ. ഹല്ലേലൂയ കൈയടിച്ച് ശക്തിയോടെ കൈയടിച്ച് പറ. പോരാ, കരങ്ങൾ ഉയർത്തി അടിച്ച്. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ, ആത്മാവ ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.